എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണം വന്ദേ സംഘടിപ്പിക്കുന്ന ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നടത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലിങ്കൽ സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 75-ാമത്തെ ശ്ലോകമാണ് വിശദീകരിക്കുന്നത്. അതിൽ 2 നാമങ്ങളാണ് വിശദീകരിച്ചത്. തുടർന്ന് നമുക്ക് ഇന്ന് കേൾക്കാം. നമസ്കാരം ടീച്ചർ. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വെള്ളപ്പളുങ്കുനിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമഃ. ഓം മഹാദേവ്യേ നമഃ. ഓം ഫോക്കസ് ശരിയായി. ഓക്കെ. അപ്പോൾ ഉഷ ടീച്ചർ പറഞ്ഞതുപോലെ 75-ാമത്തെ ശ്ലോകമായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബറോഡയിലെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തിരുമേനിയുടെ നമ്പൂതിരിയുടെ ഗംഭീരമായിട്ടുള്ള ഭാഗവത സപ്താഹം ഇന്ന് തുടങ്ങി. അപ്പോൾ അതിലായിരുന്നു ഞങ്ങളൊക്കെ. ഇപ്പോൾ പകുതിക്ക് വെച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. കുന്തിസ്തുതിയും ഭീഷ്മസ്തുതിയും കേട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ പറയാൻ വാക്കുകളില്ലാത്ത അവസ്ഥയാണ്. അതാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി. ഇതാണ് 75-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു 334 മുതൽ 340 വരെയുള്ള 7 നാമങ്ങളാണ്. അതിനകത്ത് വിശ്വാധിക എന്നുള്ള നാമവും വേദവേദ്യ എന്നുള്ള നാമവും നമ്മൾ കണ്ടു കഴിഞ്ഞു. പെട്ടെന്നൊന്ന് കണക്ട് ചെയ്യാം. വിശ്വാധിക, വിശ്വത്തെക്കാളിലും എത്രയോ വിശ്വം തന്നെയാണ് ദേവി, വിശ്വത്തിനും അപ്പുറമാണ് ദേവി. അതുകൊണ്ട് ദേവി വിശ്വാധികയാണ്. നമ്മൾ പൃഥ്വിതത്വം മുതൽ ശിവതത്വം മുതൽ പൃഥ്വിതത്വം വരെയുള്ള 34 തത്വങ്ങൾ, അത് കുങ്കുമാർച്ചനയുടെ പ്രാധാന്യവും ചുണ്ണാമ്പും കുങ്കുമവും കൂട്ടിയിട്ട് അരുണവർണ്ണം ഉണ്ടാക്കുന്നതും ശിവൻ്റെ ദേവിയുടെ അരുണിമയിലെ ശിവൻ്റെ ശ്വേത നിറം പോലും അരുണ പ്രഭയോടുകൂടി മാറുന്നതും അങ്ങനെ ആ വിശ്വം മുഴുവൻ ദേവി നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായി മാറുന്നതൊക്കെ നമ്മൾ ഈ നാമത്തിൽ കണ്ടു, വിശ്വാധിക എന്ന നാമത്തിൽ. അതുപോലെ വേദവേദ്യയാണ് ദേവി. വേദങ്ങളാൽ വേദ്യയാണ്, അറിയപ്പെടുന്നവളാണ്. വേദ്യ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നവൾ. അപ്പോൾ വേദങ്ങളുടെ നാമത്താൽ അറിയപ്പെടുന്നവളാണ് ദേവി. വേദങ്ങളെ ആരും എഴുതിയതല്ല, വേദങ്ങളെ ക്രോഡീകരിക്കുക മാത്രമാണ് വേദവ്യാസ മഹാമുനി ചെയ്തത്, കൃഷ്ണദ്വൈവായനൻ. അപ്പോൾ ശരിക്കും ആ വേദങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതനധർമ്മത്തിൻ്റെ കാതലാണത്. അത് സ്വയം എങ്ങനെ ബ്രഹ്മം ഉണ്ടായോ, അല്ലെങ്കിൽ എങ്ങനെ ഈ സച്ചിദാനന്ദ രൂപിയായിട്ടുള്ള ഈ ഭഗവാനുണ്ടോ, അതുപോലെയാണ് വേദങ്ങളും. അന്നു മുതൽ അനാദികാലം മുതൽക്കുള്ളതാണ് വേദങ്ങൾ. അപ്പോൾ അത് ഒരാൾ പറഞ്ഞതോ ഒരാൾ എഴുതിയതോ അല്ല. അതുകൊണ്ടാണ് ഹിന്ദു മതത്തിന് ഒരിക്കലും മതം എന്ന് പറയില്ല. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് ഡിക്ഷണറി മീനിങ് അതിൻ്റെ. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരോഹിതൻ്റെയോ അല്ലെങ്കിൽ ഒരു സിദ്ധപുരുഷൻ്റെയോ അഭിപ്രായത്തിനനുസരിച്ച് അദ്ദേഹം ഒരു ചട്ടക്കൂട്ട് എഴുതിയുണ്ടാക്കിയത് ഒരു ഗ്രന്ഥമായി മാറുമ്പോഴാണ് അത് മതമാവുന്നത്. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീവിതം അദ്ദേഹം എഴുതിയതാണ് ബൈബിള്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൽപ്പനകളും അദ്ദേഹത്തിനെ അനുസരിക്കുന്നവരുടെ കൽപ്പനകളും എഴുതി വെച്ചതാണ് ബൈബിള്. അപ്പോൾ അതൊരു മതമാണ്, അഭിപ്രായമാണ്, അതിൽ കൂടുതലൊന്നുമില്ല. അതേസമയത്ത് മുഹമ്മദ് നബിയും അല്ലെങ്കിൽ പ്രവാചകൻ എഴുതി വെച്ചതാണ്. അതുകൊണ്ട്
ഖുറാൻ ഒരു അതേ ഒരു ചട്ടക്കൂട്ടിലുള്ള അഭിപ്രായങ്ങളാണ്, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അതേസമയത്ത് നമ്മൾക്ക് കൃഷ്ണൻ വന്ന് എഴുതിയതായിട്ടൊരു പുസ്തകമില്ല, അതുപോലെ തന്നെ ബ്രഹ്മാവ് വന്ന് എഴുതിയായിട്ടൊരു പുസ്തകമില്ല, അതുപോലെ ഭഗവതി വന്ന് എഴുതിയായിട്ടൊരു പുസ്തകമില്ല, അതുപോലെ 33 കോടി കോടാനുകോടി നമ്മൾക്ക് ദേവീ ദേവ സങ്കല്പങ്ങളുണ്ട്. നമ്മളൊക്കെ ദേവതകൾ തന്നെയാണ്. കാരണം നമ്മൾ കണ്ടു, ബ്രഹ്മാണ്ടം പിണ്ടാണ്ടം അതിൻ്റെ ഒരു അംശം തന്നെയാണ്. നമ്മുടെ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെയാണ്. സച്ചിദാനന്ദത്തിലെ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രഹ്മത്തിൻ്റെ ഒരു അംശം തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെയും അതുകൊണ്ടാണ് പല സിദ്ധപുരുഷന്മാരും നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു തത്വം അറിയുന്നത് കൊണ്ടാണ് നമ്മൾ സനാതന ധർമ്മം ആ വേദമാണ് കാതൽ, അതാണ് ശാസ്ത്രം. ആ വേദങ്ങളാൽ അറിയപ്പെടുന്നവളാണ്. അപ്പോൾ ശരിക്കും ത്രിപുര സുന്ദരിയുടെ ത്രിപുര വർണ്ണനയില് ത്രിപുര ദേവിയുടെ ചിന്താമണി ഗൃഹത്തിൻ്റെ 4 കവാടങ്ങൾ, ക്ഷേത്രങ്ങൾക്കൊക്കെ വലിയ മഹാക്ഷേത്രങ്ങൾക്കൊക്കെ 4 കവാടങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അതുകൊണ്ടാണ്. ഓരോ കവാടത്തിനും തെക്ക് ദിശ വടക്ക് ദിശയിലൊക്കെ ഓരോ വേദങ്ങളെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വേദങ്ങളിലൂടെ പ്രവേശിച്ച് സ്വയം ക്ഷേത്രത്തിലെത്തി നമ്മൾ ജ്ഞാനം നേടുക, അജ്ഞാനത്തെ എല്ലാം മാറ്റി ജ്ഞാനം നേടുക എന്നുള്ളതാണ് ഈ വേദങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ വേദങ്ങളാൽ അറിയപ്പെടുന്നതാണ് ദേവി. അതുകൊണ്ട് ദേവി വേദവേദ്യ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്ത നാമത്തിലേക്ക് പോവാം. വിന്ധ്യാചല നിവാസിനി, 336ാമത്തെ നാമമാണ് വിന്ധ്യാചല നിവാസിനി. നമ്മൾ തുടങ്ങിയത് തന്നെ വിന്ധ്യാചലത്തിൽ നിന്നാണ്. ലളിതാ സഹസ്രനാമം ഓർത്തു നോക്കൂ. കാരണം ഇവിടെ വിന്ധ്യാപർവ്വതത്തിലെ അഗസ്ത്യമുനി പാർവതി പരിണയം നടക്കുന്ന സമയത്ത് സകല ദേവീ ദേവതകളും കൈലാസത്തിലെത്തിയപ്പോൾ ഈ ഭൂമിയുടെ തന്നെ ബാലൻസ് പോയി എന്നും, അങ്ങനെ ആ ബാലൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറിയതാണ് അഗസ്ത്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി എന്തായിരിക്കും? മഹാദേവൻ തന്നെ അദ്ദേഹത്തിനോട് പറയാണ് ഉത്തരദിശയിൽ നിന്നും സൗത്തിലേക്ക് വരാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ഈ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിക്കുന്ന ഒരു മലനിരകളാണ്. പണ്ട് ഒരു കണ്ടിന്യൂസ് മലനിരയായിരുന്നു, ഹിമാലയത്തിനെ പോലെ അതിലും പൊക്കമുള്ള മലയായിരുന്നു. അപ്പോൾ സൂര്യനെ തൊടണം അല്ലെങ്കിൽ സൂര്യനെ ഭേദിക്കണം എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഉത്തര വിന്ധ്യാചലത്തിന്. അങ്ങനെ വിന്ധ്യാചലം വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ പരിണയം നടക്കുന്നതും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് ഇദ്ദേഹം വരുന്നതും ഈ ബാലൻസ് ആക്കാൻ വേണ്ടി, ഭൂമിയെ ബാലൻസ് ആക്കാൻ വേണ്ടി അഗസ്ത്യനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അഗസ്ത്യൻ അവിടെ എത്തുകയാണ് ഈ വിന്ധ്യാചലത്തിൻ്റെ അടുത്ത്. വിന്ധ്യാചലത്തിൻ്റെ ഉയരം കാണുമ്പോൾ വിന്ധ്യാചലത്തിനോട് പറയുകയാണ്, എനിക്ക് അങ്ങോട്ട് പോകണം, കുനിഞ്ഞു നിൽക്കണമെന്ന്, ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇനി പൊങ്ങി നിൽക്കാൻ പാടില്ല എന്ന്. അങ്ങനെ വിന്ധ്യാചലം അഗസ്ത്യനെ അനുസരിക്കുകയാണ്. അതുകൊണ്ടാണ് അകം എന്ന് പറഞ്ഞാൽ പർവ്വതം, അകത്തിൻ്റെ വളർച്ചയെ സ്തംഭിപ്പിച്ചവനാണ്. അതുകൊണ്ടാണ് അഗസ്ത്യൻ. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന് മാത്രം. വിന്ധ്യാചല നിവാസിനി എന്നുള്ള ദേവിയുടെ നാമം വന്നപ്പോൾ. അപ്പോൾ അഗസ്ത്യൻ്റെ പേരെന്തായിരുന്നു? കുംഭസംഭവൻ. എല്ലാവരും കുംഭത്തിൽ നിന്നും ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്നതാണ് നമ്മളൊക്കെ. പക്ഷേ മഹത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോലത്തെ കുംഭസംഭവന്മാരൊക്കെ അഗസ്ത്യനായി മാറുന്നത്. ആ അഗസ്ത്യ മുനി സ്തംഭിപ്പിച്ചതായിരുന്നു, പിന്നെ തിരിച്ചു വന്നതേ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിന്ധ്യാചലത്തിലെ പൊക്കം കുറഞ്ഞു പോയതും. വിന്ധ്യാചലം പല സ്ഥലത്തും ചിലയിടത്തൊക്കെ പൊക്കമുണ്ട്, ചിലയിടത്തിന് നിരയായിട്ട് കാണുന്ന ഒരു വലിയ പർവ്വത നിരയായിട്ട് കാണുന്നില്ല വിന്ധ്യാചലം അതിനുശേഷം. പക്ഷേ തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും വേർതിരിക്കുന്ന പർവ്വത നിരയായിട്ടാണ് വിന്ധ്യാചലം അറിയപ്പെടുന്നത്. അങ്ങനെ ഈ അകത്തെ സ്തംഭിപ്പിച്ച അഗസ്ത്യൻ, അത് ഏറ്റവും പ്രിയമായിട്ടുള്ള വാസസ്ഥാനമാണ് ദേവിയുടെ വിന്ധ്യാചലം. ദേവിയുടെ പല അസുരന്മാരെയും വധിക്കാൻ ദേവി വിന്ധ്യാചലത്തിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വൈവസ്വത മന്വന്തരം, അപ്പോൾ ഈ നമ്മൾ കാലവും കണ്ടു, ഓരോ മന്വന്തരങ്ങളിലും മനുക്കൾ വരും. അതുപോലെ തന്നെ ഈ യുഗങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ വൈവസ്വത മന്വന്തരത്തിൽ നന്ദ എന്നുള്ള പേരിൽ ദേവി അവതരിച്ചിട്ട് ശുംഭനെയും നിശുംഭനെയും വധിച്ചു. അങ്ങനെ വധിച്ചതിന് ശേഷം ദേവി അത് വധിച്ചത് ഈ വിന്ധ്യാചലത്തിൽ വെച്ചിട്ടായിരുന്നു. എന്നിട്ട് ദേവി വിന്ധ്യാചലത്തിൽ ഇരുന്നപ്പോൾ സകല ജനങ്ങളും സകല ദേവതകളും പ്രാർത്ഥിച്ചു, ദേവി ഇനി ഇവിടുന്ന് പോകരുത്, ദേവിയുടെ ചൈതന്യം ഇവിടെ എപ്പോഴും വേണമെന്ന്. അങ്ങനെ വൈവസ്വത മന്വന്തരത്തിൽ ദേവി അവിടെ താമസമാക്കി. അതുകൊണ്ട് ദേവിക്ക് വിന്ധ്യാചല നിവാസിനി എന്ന പേര് പറയും. അപ്പോൾ ഇങ്ങനെ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഓരോ മന്വന്തരത്തിലും ദേവി പറയുന്നുണ്ട്, ദേവി മഹാത്മ്യത്തിൽ ഞാൻ ഈ രൂപത്തിൽ വരും, എന്നിട്ട് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഈ അസുരനെ വധിക്കും എന്ന് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ വിന്ധ്യാചലത്തിൽ
ശുംഭനിശുംഭ വധം കഴിഞ്ഞ് വസിച്ചതാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് വിന്ധ്യാചല നിവാസിനി എന്ന് പേര്. ഇനി 337 നാമം വിധാത്രി. വിധാത്രി എന്ന് പറഞ്ഞാൽ, വിധാതാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. സൃഷ്ടികർत्री എന്ന് പറയുന്ന പോലെ വിധാതാവ് വിധാത്രി, സൃഷ്ടികർത്താവ് സൃഷ്ടികർत्री. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മാവിന്റെ പത്നി. ഇപ്പൊ നമുക്കറിയാം ദേവിയുടെ തന്നെ രൂപങ്ങളാണ് സരസ്വതിയും ലക്ഷ്മിയും ഒക്കെ. കാരണം ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഈ ബ്രഹ്മം തന്നെയാണ് ദേവി, ബ്രഹ്മം തന്നെയാണ് വിഷ്ണു, ബ്രഹ്മം തന്നെയാണ് മഹേശൻ. അപ്പോൾ ഇതെല്ലാം ഒരേ ചൈതന്യമാണ്. പക്ഷേ ശക്തിയില്ലാതെ വിഷ്ണുവിനും ശിവനും അതുപോലെ ബ്രഹ്മാവിനും തൻ്റേതായ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ പറ്റില്ല. സൃഷ്ടി, സ്ഥിതി, ലയം. നമ്മൾ പലപ്പോഴും ലയം എന്നേ പറയുള്ളൂ. കാരണം അടുത്ത സൃഷ്ടി സ്ഥിതി കഴിഞ്ഞാൽ ലയം തിരോധാനമാണ്. അത് കഴിഞ്ഞാൽ തിരോധാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരലാണ് അനുഗ്രഹം. അങ്ങനെയാണ് ഈ യുഗങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായി മാറുന്നത്. അപ്പോൾ ഒന്നും നശിച്ചു പോകുന്നില്ല ഇവിടുന്ന്, എല്ലാം ലയിപ്പിക്കുകയാണ് ദേവി തന്നിലേക്ക്. അതുകൊണ്ട് ഈ വിധാതാവിൻ്റെ അല്ലെങ്കിൽ ആരെ എടുക്കുകയാണെങ്കിലും ആ വിധാതാവിൻ്റെ പത്നിയായിട്ട് എല്ലാം നടത്തുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവി വിധാത്രി അല്ലെങ്കിൽ സൃഷ്ടികർत्री എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ശരിക്കും ഇത് പെറ്റമ്മയും പോറ്റമ്മയും കൂടിയാണ് ദേവി. ഈ ധാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൂമിദേവിയാണ്, അമ്മയാണ്. അപ്പോൾ ഭൂമിദേവിയായിട്ട് അമ്മയാണ്, സകല ജനങ്ങൾക്കും അമ്മയാണ്, സകല ചരാചരങ്ങൾക്കും അമ്മയാണ്. അതുകൊണ്ട് ദേവി ധാത്രി, മാതാവാണ് ദേവി. ശ്രീ മാതാ എന്നാണ് ആദ്യത്തെ നാമം. അവസാനത്തെ നാമവും നമുക്കറിയാം ആ മാതാനാമത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. ലളിതാംബിക, അംബിക എന്നുള്ള നാമത്തിലാണ് അമ്മേ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ദേവി വിധാത്രിയാണ്. ദേവി സകല ചരാചരങ്ങൾക്കും ബ്രഹ്മാണ്ടങ്ങൾക്കും ജനനിയാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം വിധാത്രി എന്ന്. അടുത്ത നാമമാണ് 338 നാമം വേദജനനി. ഇപ്പം നമ്മൾ കണ്ടു ദേവി വേദജനനി കൂടിയാണ്, വേദമാതാവാണ് ദേവി, ഗായത്രിയാണ് ദേവി. അതുകൊണ്ട് ദേവി വേദജനനി. അപ്പോൾ വേദങ്ങളെ ദേവിയാണ് ജനിപ്പിച്ചത്, സൃഷ്ടിച്ചത്. വേദങ്ങൾ ദേവിയുടെ ഇച്ഛ അനുസരിച്ചിട്ടാണ് ഉണ്ടായത്. കാരണം നമ്മൾ പറഞ്ഞു വേദം എന്ന് പറയുന്നത് തന്നെ സനാതനമാണ്, അത് ആര് ഉണ്ടാക്കിയെന്നില്ല. അപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇതെല്ലാം ഡൗൺലോഡഡ് ആണ്. ഒരിക്കലും ഒരാൾക്ക് ഒരു ജന്മത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഡൗൺലോഡഡ് ഫാക്ട്സ് ആണ്. ഇപ്പോൾ ഭാഗവതം ബ്രഹ്മാവ് വ്യാസന് പറഞ്ഞു കൊടുക്കുന്നു, വ്യാസൻ ശുഗന് പറഞ്ഞു കൊടുക്കുന്നു, ശുഗമുനിക്ക് പറഞ്ഞു കൊടുക്കുന്നു, ശ്രീശുഗന്. അപ്പം ഇതൊക്കെ എന്താണ്? ആ ആശയം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യാണ്. അല്ലാണ്ട് മുഴുവൻ വായിച്ച് മുഴുവൻ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നു ഭാഷ അത് അപൂർണമല്ലവോ വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ എന്നാണ്. ഓരോരുത്തർ പറയുമ്പോഴും അവരുടെ മനോവിലാസവും അവരുടെ മിസ്റ്റേക്കുകളും അവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഡൗൺലോഡഡ്, ശരിക്കും ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഒരു നിമിഷത്തിനകം അത് ശുഗമുനിക്കോ അല്ലെങ്കിൽ നാരദർക്കോ അല്ലെങ്കിൽ ബ്രഹ്മാവിൽ നിന്നും അത് കൃത്യമായിട്ട് വ്യാസമഹർഷിക്കോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും ദേവി ഇങ്ങനെ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വേദങ്ങൾ നിർമ്മിച്ചതാണ് ദേവി. അതുകൊണ്ട് ദേവി വേദജനനിയാണ്. ശരിക്കും ബ്രഹ്മത്തിൻ്റെ ഉച്ഛ്വാസമാണ് വേദം എന്നാണ് ശ്രുതികൾ പറയുന്നത്. ശ്രുതി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വേദമാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ട് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് വേദത്തിനെ ശ്രുതി എന്ന് പറയുന്നത്. അപ്പോൾ വേദം തന്നെ പറയുന്നത് ഈ ബ്രഹ്മത്തിൻ്റെ ഉച്ഛ്വാസമാണ്. നിശ്വാസങ്ങളിലെ ആ ഉച്ഛ്വാസമാണ്, ബ്രഹ്മത്തിൻ്റെ ഉച്ഛ്വാസമായിട്ടാണ് ഈ വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ബ്രഹ്മം തന്നെ ദേവിയാണ്. അതുകൊണ്ട് ദേവി പുരാണത്തിൽ എന്താണ് പറയുന്നത്? കുണ്ടലിനി ശക്തിയിൽ നിന്നാണ് വേദങ്ങൾ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ശരിക്കും കുണ്ടലിനി ദേവി തന്നെയാണ്. ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നത് എവിടെയാണ്? ശരിക്കും നമ്മുടെ ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ ഈ കുടുമ വയ്ക്കുന്ന ഭാഗമാണ്. മുകളിലുള്ള ഉച്ചിയല്ല, അതിൻ്റെയും കുറച്ചുകൂടിയും ഈ നമ്മുടെ സുഷുമ്ന നാഡി അവസാനിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. ആ ബ്രഹ്മരന്ധ്രത്തിനെ അങ്ങനെ രോധിച്ചിട്ട് ദേവി ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സത്ത് നിൽക്കുന്നത്. ആ രോധനം നിൽക്കുന്നതോടുകൂടി സത്ത് പോവുകയാണ്. അപ്പോൾ യോഗികളുടെയൊക്കെ
ബ്രഹ്മരന്ധ്രത്തിൽ കൂടെയാണ് ജീവൻ പോവുക എന്ന് പറയുക, സത്ത് പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദേവി ശരിക്കും കുണ്ടലിനി ശക്തിയാണ്. ആ കുണ്ടലിനി ശക്തിയിൽ നിന്നാണ് വേദങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ട് ദേവി വേദജനനി, കുണ്ടലിനി ആയിരിക്കുന്ന വേദമാണെങ്കിലും അല്ലെങ്കിൽ 4 വേദങ്ങളെ ചമച്ച ദേവിയാണെങ്കിലും വേദമാതാവായ ഗായത്രി ആണെങ്കിലും എല്ലാം ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി വേദജനനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 339 നാമം വിഷ്ണുമായ. വിഷ്ണുമായ ഇത് നമ്മൾ പലപ്പോഴും കണ്ടു. ലക്ഷ്മി എന്നുള്ള നാമം കണ്ടു, നമ്മൾ നാരായണി എന്നുള്ള നാമം കണ്ടു, നമ്മൾ ഇപ്പോൾ പലപ്പോഴും പറഞ്ഞതാണ്. ശരിക്കും വിഷ്ണുമായ, വിഷ്ണുവിൻ്റെ മായ, വിശ്വം വേഷ്ടി ഇത് വിഷ്ണു എന്നാണ് അതിൻ്റെ സംസ്കൃതത്തിൽ അതിനെ നമ്മൾ അർത്ഥത്തിനെ വിപുലീകരിക്കുമ്പോൾ വരുന്നത്. വിശ്വത്തെ പൊതിയുന്നവൾ, വേഷ്ടി എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള വേഷ്ടി തന്നെയാണ് കേട്ടോ സംസ്കൃതത്തിലും. ഇപ്പോൾ വിശ്വം വേഷ്ടി ഇത് വിഷ്ണു, വിശ്വത്തെ പൊതിയുന്നതാണ് വിഷ്ണു. കാരണം വിഷ്ണുവിൻ്റെ ലാർജർ റോൾ അതെന്താണ്? സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാം പരിപാലിക്കുക എന്നാണ്. പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിശ്വത്തെ പൊതിയുന്ന വിഷ്ണുവാണ്. ആ വിഷ്ണുവിൻ്റെ മായയാണ് ഇതെല്ലാം. ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന വിശ്വത്തെ ഇങ്ങനെ തൻ്റെ ലീലകളാൽ നടനമാടിച്ചുകൊണ്ട് അത് നടത്തിക്കൊണ്ടുപോകുന്ന മായ, അതാണ് ആര്? ദേവി. അപ്പോൾ വിഷ്ണു മായയാണ് ദേവി. അതുപോലെ തന്നെ വിഷ്ണുവിനെ പോലും മോഹിപ്പിക്കുന്ന മായയാണ് ദേവി. അതുകൊണ്ട് വിഷ്ണു മായയാണ് ദേവി. ഇപ്പോൾ സൃഷ്ടിയെ പരിപാലിക്കുന്ന വിഷ്ണുവിന് ആവരണ രൂപമായിട്ടിരിക്കുന്നതാണ് മായയാണ്. ആ മായ ദേവി തന്നെയാണ്. അപ്പോൾ ദേവി, വിഷ്ണുവിൻ്റെ വേഷ്ടി നമുക്ക് പറയാം ആരാണെന്ന്? ദേവിയാണെന്ന് പറയാം. അപ്പോൾ ആ മായ തന്നെയാണ് ദേവി. അതുകൊണ്ട് വിഷ്ണുവിനെയും അതുപോലെ തന്നെ ശിവനെയും നമുക്കറിയാം. അയ്യപ്പ ചരിത്രത്തിൻ്റെ സമയത്തും മോഹിനി രൂപം കണ്ട സമയത്തുമൊക്കെ നമുക്കറിയാം. ശരിക്കും വിഷ്ണുവിനെ പോലും മോഹിപ്പിച്ചവളാണ്, ശിവനെയും മോഹിപ്പിച്ചവളാണ് കാമേശ്വരനെ. അതുകൊണ്ട് വിഷ്ണുമായ. അപ്പോൾ നമ്മളെയൊക്കെ മോഹിപ്പിക്കുന്നത്, നമ്മളെ ഒന്നും ഈ അദ്വൈതമാണ് നമ്മുടെ പ്രാണനും നമ്മളും ബ്രഹ്മവും നമ്മളും ഒന്നാണ് എന്നറിയാതെ നമ്മളിലെ ജനന സമയത്ത് അജ്ഞാനം തിരികെ കയറ്റി മായയിൽ നമ്മളെ ഇങ്ങനെ ബന്ധിപ്പിക്കുന്നത് ആ ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി വിഷ്ണുമായ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 340 നാമം, അവസാനത്തെ നാമമാണ് 75 ശ്ലോകത്തിലെ വിലാസിനി. വിലാസിനി എന്ന് പറഞ്ഞാൽ വിലാസത്തോടു കൂടിയവൾ. ശരിക്കും സ്ത്രീ സഹജമായിട്ടുള്ള സൗന്ദര്യം, അതിൽ നിന്ന് വിലാസം ഉണ്ടാവും. അതുപോലെ സ്ത്രീ സഹജമായിട്ടുള്ള ലീലകൾ, അതിൽ നിന്ന് വിലാസം ഉണ്ടാവും. സ്ത്രീ സഹജമായിട്ട് മധുരമായിട്ടുള്ള കളവാണി, മൊഴി, അത് വിലാസമാണ്. അതുപോലെ ചകിതമായിട്ടുള്ള ഒരു ഭാവം, സ്ത്രീ സഹജമായിട്ടുള്ള, ഇതൊക്കെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്, ആകർഷണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെ എല്ലാ വിലാസത്തോടും കൂടിയവളാണ് ദേവിയാണ്. മായയിലെ സകല ചരാചരങ്ങളെയും മോഹിപ്പിക്കുന്നത്. അപ്പോൾ ദേവിക്ക് പറ്റിയ ഏറ്റവും നല്ല നാമം വിലാസിനി എന്ന് തന്നെയാണ്. ശരിക്കും സത്യത്തെ മായയാൽ മൂടിയിട്ട് എല്ലാവരെയും ഭ്രമിപ്പിച്ച് ഈ ബ്രഹ്മാണ്ടത്തെ കൊണ്ടുപോകുന്ന ആ വിലാസിനിയാണ് ദേവി. അതുകൊണ്ടാണ് ദേവി വിലാസിനി എന്ന് പറഞ്ഞത്. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടില്ല, പിന്നെ ഒന്നേ ഉള്ളൂ. അതാണ് അതിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മളുടെ ഇതൊക്കെ. അപ്പോൾ സത്യത്തെ മായയാൽ മൂടിയിട്ട് ദേവി ഇങ്ങനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവി വിലാസിനി എന്ന് പറയും. ശരിക്കും പരമാത്മാവിനെ ജീവാത്മാവിൽ നിന്നും മറയ്ക്കുന്ന മായയാണ് ദേവി. പരമാത്മാവിനെ ജീവാത്മാവിൽ നിന്നും, തിരിച്ചു പറയരുത്, പരമാത്മാവാണ് എല്ലാം, അതിനെ ജീവാത്മാവിനെ അറിയാൻ പറ്റുന്നില്ല, അതിനെ മറക്കുകയാണ് ആ പരമാത്മാവിനെ ജീവാത്മാവിൽ നിന്നും. ആ വിദ്യയാണ് ദേവിയുടെ. അതുകൊണ്ട് ദേവി ആ വിലാസമാണ് ദേവി, വിലാസവതിയാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ പേര് വിലാസിനി. ഇനി മഹാകാമേശന്റെ നിരന്തരമായ സാമീപ്യത്തിൽ ദേവിക്ക് നല്ല വിലാസമാണ്. എന്നും മഹാകാമേശന്റെ മടിത്തട്ടിലാണ് ദേവി ഇരിക്കുന്നത്. നമ്മൾക്കറിയാം ആ തൽപ്പവും തൽപ്പത്തിൻ്റെ 4 കാലുകളും ആ തൽപ്പത്തിൻ്റെ പലകയും, സദാശിവൻ എന്ന പലകയും, അതുപോലെ തന്നെ ഹംസത്തെ കൊണ്ടുള്ള ആ തൂവലുള്ള മെത്തയും, അതിലിരിക്കുന്ന കാമേശ്വരനും ആ കാമേശ്വരൻ്റെ തുടയിലിരിക്കുന്ന ദേവിയും. അപ്പോൾ സദാ കാമേശ്വരൻ്റെ സാമീപ്യത്താൽ വിലാസലോലുപയാണ് ദേവി. അതുകൊണ്ട് ദേവി വിലാസിനി. ഇനി വിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ബ്രഹ്മരന്ധ്രം എന്ന വിലം എന്നുള്ളതിന് അർത്ഥമുണ്ട്. അപ്പോൾ വിലത്തിൽ ആസീനയായവൾ, ആസീന എന്ന് പറഞ്ഞാൽ ഇരിപ്പിടമുറപ്പിച്ചവൾ. ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അത്. അപ്പോൾ നമ്മുടെ കുണ്ടലിനി ശക്തി ഇങ്ങനെ
ആ പ്രാണനെ പിടിച്ചു നിർത്തുന്നത് ആ ബ്രഹ്മരന്ധ്രത്തിലിരിക്കുന്ന ദേവിയാണ്. അപ്പം ശരിക്കും ആ ബ്രഹ്മരന്ധ്രത്തിലെത്തി ശിവനുമായിട്ട് കാമിച്ചു കഴിഞ്ഞാൽ, മേളിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന അമൃതപാനം അത് വളരെ ഗംഭീരമാണ്. അപ്പം ശരിക്കും ദേവിയുടെ സ്ഥാനം തന്നെ ആ വിലമാണ്, ബ്രഹ്മരന്ധ്രമാണ്. അപ്പോൾ കുണ്ടലിനിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള മൂലാധാര ചക്രം മുതൽ ഈ ബ്രഹ്മരന്ധ്രത്തിലെ സഹസ്രാരത്തിൻ്റെയും മുകളിലിരിക്കുന്ന ബ്രഹ്മരന്ധ്രം വരെയുള്ള ഈ പ്രാണന്റെ പ്രയാണത്തിൽ ദേവിയുടെ കൺട്രോളാണ്. അതുകൊണ്ട് ആ വിലത്തിലിരിക്കുന്ന ദേവിയുടെ ആസീനയാണ് അവിടെ. അതുകൊണ്ട് ദേവിയെ എന്ത് പറയുന്നു? വിലാസിനി എന്ന് പറയുന്നു. വിലത്തിൽ ആസീനയായവൾ വിലാസിനി. അപ്പൊ എന്തുകൊണ്ടും ദേവി വിലാസിനി എന്ന നാമത്തിന് ഏറ്റവും ഉചിതയാണ്. അപ്പം നമുക്ക് ആ നാമം മനസ്സിൽ ധ്യാനിച്ചിട്ട് ദേവിയെ നമസ്കരിക്കാം. അങ്ങനെ ആ ശ്ലോകം കഴിഞ്ഞു. ഇനി നമ്മൾ 76-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത. ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത. ഇവിടെ 341 മുതൽ 345 വരെയുള്ള 5 നാമങ്ങളാണുള്ളത്. ഓരോ നാമങ്ങൾ നമുക്ക് കാണാം. ക്ഷേത്രസ്വരൂപ, അപ്പോ ദേവി എന്താണ്? ക്ഷേത്രം സ്വരൂപമായവൾ. അപ്പോ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള അർത്ഥം എന്താണ്? ഈ ശരീരം തന്നെ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ശരീരം തന്നെയാണ് കുന്തിപുത്രനായ അർജുന എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഇവിടെ ഒരുപാട് അർത്ഥങ്ങൾ എടുക്കുകയാണെങ്കിൽ പുണ്യസ്ഥലം, പുണ്യതീർത്ഥം, പുണ്യസ്ഥലം ഇതൊക്കെ ക്ഷേത്രമാണ്. ഇപ്പോൾ അതുപോലെ ദേവാലയങ്ങൾ, നമ്മുടെ അമ്പലങ്ങൾ, അതിനെ ക്ഷേത്രം എന്ന് പറയും. തീർത്ഥസ്ഥാനങ്ങൾ, അതിനെ ക്ഷേത്രം എന്ന് പറയും. അത് കഴിഞ്ഞാൽ 36 തത്വങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തെ എന്തു പറയും? ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ ശിവൻ മുതൽ പൃഥ്വി വരെയുള്ള 36 തത്വങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയും. ഈ ക്ഷേത്രത്തിൻ്റെ സ്വരൂപമായിട്ടുള്ളതാണ് ദേവി. അതുകൊണ്ട് ദേവി തന്നെയാണ് ബ്രഹ്മാണ്ടം, ദേവി തന്നെയാണ് പൃഥ്വി. അതുകൊണ്ട് തന്നെ ദേവി ക്ഷേത്രസ്വരൂപമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി സ്ഥാനമാണ്. എവിടുന്നെങ്കിലും ഉൽപ്പത്തി സ്ഥാനത്തേക്ക് നമ്മൾ ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ ശരിക്കും ഭൂമിയെ ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ എല്ലാറ്റിലും സകല ചരാചരങ്ങൾക്കും ഭൂമിയിൽ ഉൽപ്പത്തി കൊടുക്കുന്നത് ഭൂമിയാണ്. ആ ഭൂമിയും ദേവിയുടെ തന്നെ സ്വരൂപമാണ്. അതുകൊണ്ട് ദേവി ക്ഷേത്ര സ്വരൂപ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ശരിക്കും അടുത്ത നാമത്തിലേക്ക് പോകുമ്പോൾ ശിവനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നുണ്ട്. ശിവ എന്ന് പറയുന്നത് ക്ഷേത്രമാണ്. അപ്പോൾ ശിവൻ നമുക്കറിയാം പരമാത്മാവാണ്. ആ പരമാത്മാവിന് ചലനം കൊടുക്കുന്ന ദേവിയാണ്. അപ്പോൾ ശിവ എന്ന് പറയുന്ന ദേവിയെ ക്ഷേത്രം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ മുഴുവൻ ശരീരം അല്ലെങ്കിൽ ഈ മുഴുവൻ ബ്രഹ്മാണ്ടം, അതിൻ്റെ സ്വരൂപം ഒന്ന് കാണാൻ പറ്റാത്തതാണ്, സകല സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിനെ ആകാരം കൊടുത്ത് ജീവൻ കൊടുത്ത് കാണിച്ചു തരുന്നതാണ് ശിവ എന്ന് പറയുന്ന തത്വം. അപ്പോൾ പരമാത്മാവിനെ നമ്മളെ ഈ ബ്രഹ്മാണ്ടമാക്കി കാണിപ്പിക്കുന്നത് ശിവ എന്നുള്ള ആ ശക്തിയാണ്. അതിനെ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രജ്ഞനും ക്ഷേത്രവും കൂടിയിട്ടാണ് ഈ ബ്രഹ്മാണ്ടം ഉണ്ടാവുന്നത് എന്നാണ് ലിംഗപുരാണം പറയുന്നത്. അതുകൊണ്ട് ആ ദേവിയുടെ പേര് ക്ഷേത്രസ്വരൂപ. എന്തായാലും ഇതം ശരീരം കൗന്ദേയ, ഈ ശരീരം തന്നെ നമ്മുടെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം സ്വരൂപമായിട്ടുള്ളതാണ്. 36 തത്വങ്ങളും ദേവിയാണ്. അതുകൊണ്ട് ദേവി ക്ഷേത്രസ്വരൂപ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 342-ാമത്തെ നാമം ക്ഷേത്രേശി. ക്ഷേത്രേശി, ക്ഷേത്രങ്ങൾക്ക് ഈശ്വരിയായവൾ. ദേവി തന്നെയാണ് സ്വരൂപം. അപ്പോൾ ദേവി തന്നെയാണ് ശരീരമാകുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഈശ്വരി ദേവി തന്നെയാണ്. ക്ഷേത്രേശനാരാണ്? ശിവനാണ്. ആ ശിവന്റെ പത്നിയാണ് ദേവി. അതുകൊണ്ട് ശിവനെ സംബന്ധിച്ച ശക്തിയാണ് ദേവി. അതുകൊണ്ട് ശിവശക്തിഐക്യ രൂപിണിയാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ക്ഷേത്രേശി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനിയും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരമാണെന്ന് നമ്മൾ കണ്ടു. ശരീരത്തിൻ്റെ അധിഷ്ഠാത്രിയായിട്ടുള്ള ദേവതയാണ് ദേവി. അതുകൊണ്ട് ദേവി ക്ഷേത്രേശി എന്നറിയപ്പെടുന്നു. ഇനി തീർത്ഥസ്ഥാനങ്ങൾ എടുക്കുക എന്ന് കരുതുക.
എല്ലാ തീർത്ഥസ്ഥാനങ്ങളും അവിടെ പുണ്യതീർത്ഥം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ആ ചില സ്ഥലങ്ങൾക്ക് തന്നെ നമ്മൾ പറയും ക്ഷേത്രമെന്ന്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇപ്പോൾ ഒരു ഭൂപ്രകൃതിയാണെങ്കിൽ ആ പ്രദേശത്തിന് നമ്മൾ ക്ഷേത്രം എന്ന് പറയും. ആ എല്ലാ ക്ഷേത്രങ്ങളുടെയും ചൈതന്യം ആരാണ്? ദേവിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അധിപ ദേവിയാണ്. അതുകൊണ്ട് ദേവിയുടെ നാമം ക്ഷേത്രേശി. ക്ഷേത്രത്തിന് ഈശ്വരിയായവൾ. ഈശി എന്ന് പറഞ്ഞാൽ ഈശ്വരി. ക്ഷേത്രത്തിന് ഈശ്വരിയായവൾ. അതുകൊണ്ട് ദേവിയുടെ നാമം ക്ഷേത്രേശി. ഇനി ക്ഷേത്രജ്ഞപാലിനി. ഇവിടെ ക്ഷേത്രജ്ഞപാലിനി. ഇവിടെ എന്താണ്? ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും പരിപാലിക്കുന്നവൾ. അപ്പോൾ ക്ഷേത്രം എന്താണെന്ന് നമ്മൾ കണ്ടു. ശരീരമാണ് ക്ഷേത്രമെങ്കിൽ പ്രാണനാണ് ക്ഷേത്രജ്ഞൻ അതിനകത്തെ, അല്ലേ? ക്ഷേത്രസ്വരൂപമായിട്ടുള്ള ശരീരത്തെയും ക്ഷേത്രജ്ഞനായ ജീവാത്മാവിനെയും ഒരുപോലെ പരിപാലിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ക്ഷേത്രജ്ഞപാലിനി. രണ്ടുപേരെയും, ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ഈ അതിൽ ഇരിക്കുന്ന സത്തിനെയും ജീവനെയും പരിപാലിക്കുന്ന ദേവിയാണ്. അപ്പോൾ അതുകൊണ്ട് ദേവി ക്ഷേത്രജ്ഞപാലിനി. ഇപ്പോൾ പ്രപഞ്ച പരിപാലനത്തിന് ഈ ദ്വൈത ബുദ്ധി വേണം. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെയും കണ്ടു, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഒന്ന് തന്നെയാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടില്ല, ഒന്നേ ഉണ്ടാവുള്ളൂ. പ്രപഞ്ചം പിന്നെ മുന്നിലേക്ക് പോവില്ല. അതുകൊണ്ടാണ് ക്ഷേത്രജ്ഞപാലിനി എന്നുള്ള പേരിൽ ദേവി രണ്ടായിട്ട് നമ്മൾക്ക് കാണിച്ചു തരാണ്. ആയാൽ അത് രണ്ടും പരിപാലിക്കുന്നതും ദേവി തന്നെയാണ് ഈ വിശ്വം. അപ്പോൾ ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ഇത് ഭഗവത്ഗീതയിലെ 13-ാമത്തെ അധ്യായത്തിലെ ശ്ലോകമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സർവക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. സർവക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഞാൻ തന്നെ. എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞനായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഞാൻ തന്നെ എന്ന് അർജുനനോട് ആര് പറയുന്നു? കൃഷ്ണൻ പറയുന്നു. എന്നിട്ടോ ഒരേ ചൈതന്യം തന്നെ വേറെ വേറെ ശരീരങ്ങളിൽ കാണുമ്പോൾ എന്താണ്ടാവുന്നത്? ക്ഷേത്രജ്ഞയോർജ്ഞാനം സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. അപ്പോൾ പല ശരീരങ്ങളിലും ഇങ്ങനെ ഈ ജീവനെ കാണുമ്പോൾ ഭേദബുദ്ധി ഉണ്ടാവുകയാണ്. ഇത് എൻ്റെ ജീവൻ, അത് നിന്റെ ജീവൻ. അപ്പോൾ എൻ്റെയും നിൻ്റെയും ആവുമ്പോൾ ഭേദബുദ്ധി വന്നു. ആ ബോധം വളർന്നാൽ അപ്പോൾ ദ്വൈതമായി മാറി. അപ്പോൾ അതുണ്ടാക്കിയിട്ട് അങ്ങനെ ദേവി പരിപാലിക്കുകയാണ്. ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ അർജുനോട് പറയുന്നത് എന്താണ്? ആ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ, ഇത് രണ്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യത്തജ്ഞാനം മതം മമ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്നാണെന്നുള്ള തത്വം മനസ്സിലാക്കും. അത് മനസ്സിലാക്കണമെന്നാണ് അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിദ്യ ഉണ്ടായിക്കഴിഞ്ഞാൽ പതുക്കെ ആ അവിദ്യയെ മാറ്റിയിട്ട് നമ്മൾ ബ്രഹ്മത്തിൻ്റെ രൂപം തന്നെയാണെന്ന് അറിയാൻ ശ്രമിക്കുക. സർവചരാചരങ്ങളും അതുപോലെ എന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദ്വൈതഭാവം പോയി അദ്വൈതം വരും എന്നതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ദേവി ക്ഷേത്രജ്ഞപാലിനി, രണ്ടിനെയും സംരക്ഷിക്കുന്ന ദേവിയാണ്. അത് കഴിഞ്ഞ് ജ്ഞാനം കൊടുത്ത് രണ്ടും ഒന്നാണെന്ന് കാണിച്ചു കൊടുക്കുന്നതും ജ്ഞാനികൾക്ക് ദേവി തന്നെയാണ്. ആ ദേവിക്ക് നമസ്കാരം. ഇനി 344-ാമത്തെ നാമം ക്ഷയവൃദ്ധി വിനിർമുക്ത. അടുത്ത നാമമാണ് ക്ഷയവൃദ്ധി വിനിർമുക്ത. ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം, വൃദ്ധി എന്ന് പറഞ്ഞാൽ വളർച്ച. നമ്മൾ ചന്ദ്രനെ പറ്റിയും ചന്ദ്രൻ്റെ കലകളെ പറ്റിയൊക്കെ പഠിച്ചപ്പോഴും ക്ഷയവും വൃദ്ധിയും കണ്ടു. അപ്പോൾ ശരിക്കും ദേവി ക്ഷയത്തിൽ നിന്നും വൃദ്ധിയിൽ നിന്നും ഒക്കെ മുക്തയാണ് ദേവി. ദേവിക്ക് ഇതൊന്നുമില്ല. ദേവി അഷ്ടമി ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതേപോലെ ആയിരിക്കും. പൂർണ്ണചന്ദ്രനാണെങ്കിൽ പൂർണ്ണചന്ദ്രൻ്റെ അതേപോലെ ഇരിക്കും. ദേവിക്ക് ഇതൊന്നുമില്ല. ക്ഷയവും വൃദ്ധിയും ദേവിക്കില്ല. അതുകൊണ്ട് ദേവി ഇതിൽ നിന്നൊക്കെ മുക്തയായത് കണ്ട് ദേവി ക്ഷയവും വൃദ്ധിയിൽ നിന്നും വിനിർമുക്തയാണ്. കംപ്ലീറ്റ്ലി ഇതിൽ നിന്നൊക്കെ അപ്പുറത്താണ് ദേവി. ദേവിയാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാറ്റിനും ഉൽപ്പത്തി, വളർച്ച, നാശം ഇതൊക്കെ ഉണ്ട്. എന്ത് ദേവി സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഉൽപ്പത്തിയുണ്ട്, സൃഷ്ടിയുണ്ട്. അത് കഴിഞ്ഞാൽ അത് ജനിച്ചു കഴിഞ്ഞാൽ മായാൽ മൂടപ്പെടും. അതിനുശേഷം അതിന് വളർച്ച വരും. വളർന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നശിക്കും, വളരും, നശിക്കും, വളരും, എന്നാലും വളർന്നുകൊണ്ടിരിക്കും, പുതുതുണ്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അത് ലയിച്ചു പോവും. അങ്ങനെ എല്ലാ ജീവനും ഉൽപ്പത്തി,
വളർച്ച, നാശം, ഇത് മൂന്നുമുണ്ട്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന ലീലാവിലാസിനിയായ ദേവിക്ക് ഇത് മൂന്നും ബാധകമല്ല. ക്ഷയവുമില്ല, വൃദ്ധിയുമില്ല ദേവിക്ക്. അതുകൊണ്ട് ദേവി ക്ഷയവൃദ്ധി വിനിർമുക്ത എന്ന് പറയുന്നു, എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോൾ ശരിക്കും ശാശ്വതവും പരമവുമായ ആത്മചൈതന്യമാണ് ദേവി. നമ്മൾ ഓർത്തു നോക്കൂ, നൈനം ചിന്തന്തി ശസ്ത്രാണി, നൈനം ദഹതി പാവക, ന ചൈനം ക്ലേദയന്ത്യാപോ, ന ശോഷഗതി മാരുത. എന്താണ് ആ പ്രാണൻ? എന്താണ് ആ ശാശ്വതവും പരമവുമായിട്ടുള്ള ആത്മചൈതന്യം? എന്താണ്? അതിനെ ശസ്ത്രം കൊണ്ടോ അസ്ത്രം കൊണ്ടോ ഒന്നും ഭേദിക്കാൻ പറ്റില്ല. അതിന് ഏറ്റക്കുറച്ചിലുകളില്ല. അതുതന്നെയാണ് ദേവി ക്ഷയവൃദ്ധി വിനിർമുക്ത. അതുകൊണ്ട് ദേവിയെ ആ നാമത്തിൽ അറിയപ്പെടുന്നു. ക്ഷയവൃദ്ധി വിനിർമുക്തായേ നമ എന്ന് പറഞ്ഞ് നമുക്ക് ദേവിയെ നമസ്കരിക്കാം. ഇനി 345 നാമം ക്ഷേത്രപാല സമർച്ചിത. ക്ഷേത്രപാലൻ ആരാണെന്ന് കാണാം. ക്ഷേത്രപാലനാൽ സമ്യക്കാകും വണ്ണം സമർച്ചിത. സ എന്ന് കേട്ടുകഴിഞ്ഞാൽ സമ്യക്കാകും വണ്ണം എന്ന് ഓർത്തുള്ള. അപ്പോൾ നല്ലപോലെ അർച്ചിക്കപ്പെടുന്നവൾ. ക്ഷേത്രപാലനാൽ സമ്യക്കാകും വണ്ണം എന്ന് വെച്ചാൽ നല്ലപോലെ അർച്ചിക്കപ്പെടുന്നവൾ. ക്ഷേത്രപാല സമർച്ചിത. ക്ഷേത്രപാലൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ ഒരു മൂർത്തിയാണ്. ആരാണ് ക്ഷേത്രപാലൻ? എല്ലാവർക്കും അറിയുണ്ടാവും. ദാരികവധ സമയത്ത് ദേവി കാളീ രൂപം എടുത്തിട്ട് ഘോര രൂപിണിയായി ദേവി. അതിനുശേഷം ദേവിയുടെ കോപം ഇങ്ങനെ ദാരികവധത്തിന് ശേഷം അടങ്ങുന്നില്ല. അങ്ങനെ ദേവി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജ്വാലയിലായി ബ്രഹ്മാണ്ടം തന്നെ കത്തിപ്പോവും എന്നുള്ള അവസ്ഥ വരികയാണ്. അപ്പോൾ വിശ്വമാകെ ജ്വലിച്ചു പോകും എന്നുള്ള ഭീതിയിൽ എല്ലാവരും, ദേവന്മാരൊക്കെ ശിവനെ കാണുകയാണ്, ശിവനോട് അപേക്ഷിക്കുകയാണ്. അപ്പം ശിവൻ ഒരു ശിശുരൂപിയായിട്ട് ദേവിയുടെ കാൽക്കൽ കിടന്ന്, അമ്മയാണ് ദേവി, എത്ര ജ്വലിച്ചാലും എത്ര കോപത്തിലിരിക്കുമ്പോഴും എത്ര ഒരുങ്ങി പുറപ്പെട്ട് കാഞ്ചീപുരം സാരി ഉടുത്ത് പോയാലും ചളിയുള്ള കുട്ടി വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ അടിക്കില്ല. ഇന്നത്തെ അമ്മമാരും ചെയ്യില്ല, നമുക്ക് വിശ്വസിക്കാം. അവരെ എടുത്ത് മോനെ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ. അതാണ് മാതാവ്. അപ്പോൾ ആ അമ്മ ആ കുട്ടിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടപ്പോൾ ഈ ജ്വലിച്ചു നിൽക്കുന്ന കോപാഗ്നിയിലും ദേവി ആ കുട്ടിയെ എടുത്തിട്ട് തൻ്റെ സ്തനം, ആ കരച്ചിൽ മാറ്റാൻ വേണ്ടി സ്തനം പാനം ചെയ്യിപ്പിക്കുകയാണ്. ആ സ്തന്യപാനത്തിലൂടെ ആ ദേവിയുടെ കോപം മുഴുവൻ അങ്ങനെ ശിവൻ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ രൂപത്തിലുള്ള ആ ശിവന്റെ മൂർത്തി രൂപമാണ് ക്ഷേത്രപാലൻ എന്നുള്ള രൂപം. അപ്പോൾ ക്ഷേത്രപാലനായിരിക്കുന്ന ആ ക്ഷേത്രപാലൻ എന്ന ശിവനാലും സമ്യക്കായിട്ട് അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി. ആ ദേവിയെയും ക്ഷേത്രപാലനും അങ്ങനെ അർച്ചന ചെയ്യുന്നതാണ്. അപ്പോൾ ആ ശിശുരൂപിയായിട്ടുള്ള ക്ഷേത്രപാലനാലും അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി ക്ഷേത്രപാല സമർച്ചിത. ഇനി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ യാഗശാലയ്ക്ക് ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ യാഗശാലയിൽ യാഗത്തിൻ്റെ വിധികർത്താക്കൾ ഉണ്ടായിരിക്കും. ആ വിധികർത്താക്കൾ വിധിപൂർവകം അവിടെ എല്ലാം ആരാധനകളും അർച്ചനകളും ഒക്കെ നടത്തും വേദമന്ത്രങ്ങളാൽ. അതുകൊണ്ട് അവരാൽ ആരാധിക്കപ്പെടുന്ന സ്ഥലം. അതുകൊണ്ടും ദേവി ക്ഷേത്രപാല സമർച്ചിത. അവിടെ ക്ഷേത്രപാലൻ ആരാണ്? ഈ യാഗത്തിൻ്റെ യജമാനൻ ആരാണെന്നും അല്ലെങ്കിൽ അത് നടത്തുന്ന ആരാണെന്നും അദ്ദേഹമാണ് എല്ലാ ആരാധനകളും നടത്തുന്നത്. അവിടെ ക്ഷേത്രപാലൻ അദ്ദേഹമാണ്. ആ ക്ഷേത്രപാലനാൽ അർച്ചിക്കപ്പെടുന്നത്. ഇനി ക്ഷേത്രമെടുക്കുകയാണ്, ഒരു അമ്പലം എടുക്കുകയാണ്. ആ അമ്പലത്തിലെ പൂജാരി അല്ലെങ്കിൽ തന്ത്രി വിധിയാവണ്ണം അർച്ചിക്കപ്പെടുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അമ്പലത്തിലെ ആ അർച്ചന എല്ലാം കൊടുക്കുന്നു. അതുപോലെ ക്ഷേത്രപാലനാൽ അർച്ചിക്കപ്പെടുന്നവൾ. അപ്പോൾ ഇതൊക്കെ അർത്ഥമെടുക്കാം. ശരിക്കും ക്ഷേത്രപാലൻ എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ്. അങ്ങനെ ആ അർത്ഥത്തിൽ ദേവി ക്ഷേത്രപാല സമർച്ചിത, സമ്യക്കാവുമണ്ണം അർച്ചിക്കപ്പെടുന്നവളായ ദേവി. അപ്പോൾ ആ ശ്ലോകം കഴിഞ്ഞു. നമ്മൾക്കത് ചൊല്ലാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം ഒന്നുകൂടി കൃത്യമായിട്ട്, ഈ നാമങ്ങൾ വളരെ രൂപസാമ്യമുള്ള ശബ്ദങ്ങളാണ്, അതുകൊണ്ട് അറിയാൻ പറ്റും. ക്ഷേത്രസ്വരൂപ ഒരു നാമമാണ്. ക്ഷേത്രേശി, ക്ഷേത്രജ്ഞപാലിനി. അപ്പോൾ ക്ഷേത്രം എന്താണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ക്ഷേത്രസ്വരൂപം എന്താണെന്ന് അറിഞ്ഞു, ക്ഷേത്രേശി എന്താണെന്ന് അറിഞ്ഞു, ക്ഷേത്രനും ക്ഷേത്രജ്ഞനും ആരാണെന്ന് അറിഞ്ഞു, ക്ഷയവൃദ്ധി വിനിർമുക്ത അതും മനസ്സിലാക്കി, ക്ഷേത്രപാല സമർച്ചിത. ഏത് രൂപത്തിലുള്ള ക്ഷേത്രങ്ങളിലും ക്ഷേത്രപാലന്മാരുണ്ടോ അതെല്ലാം ദേവി ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് ദേവി ക്ഷേത്രപാല സമർച്ചിത. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. 77 ശ്ലോകം. വിജയാ വിമലാ വന്ദ്യ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി. വിജയാ വിമലാ വന്ദ്യ
വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി വിജയ. വളരെ എളുപ്പമുള്ള നാമമാണ്. വിജയം എപ്പോഴും ശീലമാക്കിയുള്ള ദേവിക്ക് പരാജയമില്ല. അപ്പൊ ദേവി സദാ വിജയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും അസുരനായാലും വേണ്ടില്ല, ദേവനായാലും വേണ്ടില്ല, ആരായാലും കാമേശനായാലും വേണ്ടില്ല, ദേവി തന്നെയാണ് ജയിക്കുന്നത്. അതുകൊണ്ട് വിജയം ശീലമാക്കിയവളാണ്. അതുകൊണ്ട് ദേവി വിജയ. അപ്പൊ വിജയം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ജ്ഞാനമാണ് അവിടെ, മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള ശക്തി ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം ജ്ഞാനസ്വരൂപിണിയാണ്. അപ്പൊ ജ്ഞാനസ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ടും ദേവി വിജയ എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീര ദേശത്തുള്ള ഒരു പുണ്യതീർത്ഥ സ്ഥലമാണ്. ശരിക്കും ആ വിജയ, ഇപ്പൊ അവിടുത്തെ സ്ഥലത്തിലെ ബിജ് ബെഹ്റ എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. ഏറ്റവും ദേവി ചൈതന്യം നിറഞ്ഞു നിന്ന സ്ഥലമായിരുന്നു. ശങ്കരാചാര്യരൊക്കെ പോയി അർച്ചന ചെയ്തതും തപസ്സിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് കാശ്മീര ദേശം. ഇപ്പോൾ കാശ്മീര ദേശത്തുള്ള ആരാധനാ സമ്പ്രദായം ശാക്തേയ സമ്പ്രദായത്തിൽ വളരെ ഗംഭീരമായിരുന്നു. അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ വിജയ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു പണ്ട് കാലത്തത്രേ. അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിലെ ദേവിയെ ഈ ആ പ്രോവിൻസിനെ തന്നെ ഡെവലപ്പ് ചെയ്ത് വിജയ എന്നുള്ള ക്ഷേത്രമാക്കി മാറ്റിയതും അവിടെ ദേവിയുടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചതും ഈ രാജാവായിരുന്നു. അതുകൊണ്ട് അവിടെ വിജയ എന്ന പേരിൽ ദേവി അറിയപ്പെടുന്നു. പക്ഷേ 1947 സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയും, സംഭവിച്ചത് മറ്റു പലതുമാണ്. അങ്ങനെ എല്ലാം അത് തകർത്തു കളഞ്ഞു മുഴുവൻ. അതിനു മുന്നേ മുഗൾ ഇൻവേഷൻ്റെയും മുന്നേ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? പെട്ടെന്ന് സിക്കന്ദർ ബട്ഷിക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ്, അദ്ദേഹമാണ് അതിനെ നശിപ്പിച്ചത് ആദ്യം. അതിനുശേഷം മുഴുവൻ തകർത്ത് കളഞ്ഞത് 1947 റയോട്ടായിരുന്നു. അതിനുശേഷം 82 ഈ 82-ലും 90-ലും കശ്മീരി പണ്ഡിറ്റുകളെ ഉച്ചാടനം ചെയ്തു കാശ്മീരിൽ നിന്നും. ആ സമയത്ത് ഈ ക്ഷേത്രമൊക്കെ ഇങ്ങനെ ഇപ്പോൾ ആരോ, ഞാൻ തിരഞ്ഞു നോക്കി ഗൂഗിളിലൊക്കെ, അപ്പോൾ അത് കുറച്ച് പേര് അതിനെ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വീണ്ടും ജീർണോദ്ധാരണം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏതോ മുസ്ലിം, അവർക്ക് അതിൽ വിശ്വാസമുള്ള ഏതോ മുസ്ലിംസ് അത് പരിരക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യമാണോ എന്നറിയില്ല. അപ്പോൾ വിജയ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം തന്നെ ഉണ്ടായിരുന്നു കാശ്മീര ദേശത്ത്, ഒരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടും ദേവി അവിടുത്തെ ദേവത വിജയയാണ്, അതുകൊണ്ട് അറിയപ്പെടുന്നു. വിജയം ശീലമാക്കിയവൾ, ജ്ഞാനസ്വരൂപിണിയായ ദേവി വിജയ എന്നുള്ളത്. വിജയം എന്നുള്ളത് ഒരു ശുഭമുഹൂർത്തമാണ്. നമ്മൾ ദേവിയുടെ വിജയദശമി നാളിലത്തെ, ഇപ്പോൾ ബംഗാളികളൊക്കെ ഹാപ്പി ബിജോയ് എന്ന് എഴുതുള്ളൂ. അപ്പോൾ എൻ്റെ ഓഫീസിലൊരു ബംഗാളി ഉണ്ട്, അവനെ ഞാൻ വിജയ് എന്ന് അവൻ്റെ പേര്, അവനെ ഞാൻ ബിജോയ് എന്നാണ് വിളിക്കുക. കാരണം ഹാപ്പി ബിജോയ എന്നാണ് എഴുതിയത്. ബിജോയ ദശമി എന്ന് എഴുതില്ല, ബിജോയ. അപ്പോൾ അവർക്ക് ബിജോയ് എന്ന് പറഞ്ഞാൽ, വിജയം എന്ന് പറഞ്ഞാൽ തന്നെ വിജയദശമിയാണ്, ആ മുഹൂർത്തമാണ്. അങ്ങനെ വിജയദശമി നാളിലെ ശുഭമുഹൂർത്തത്തിൽ അറിയപ്പെടുന്ന ദേവിയാണ്. അതുകൊണ്ടും വിജയ എന്നുള്ള നാമം. അപ്പോൾ ദേവി പദ്മൻ എന്നുള്ള ഒരു അസുരനെ ജയിച്ച ദേവി, ആ ദേവിക്ക് വിജയ എന്ന പേരുണ്ടായെന്ന് ദേവി പുരാണത്തിൽ പറയുന്നുണ്ട്. പദ്മൻ എന്നുള്ള അസുരനെ ജയിച്ചപ്പോൾ ആ വിജയം കൊണ്ടാടാൻ ദേവതകള് ദേവിയെ വിജയ എന്നുള്ള നാമത്തിൽ സ്തുതിച്ചു. അങ്ങനെ ദേവിയുടെ പേര് വിജയ എന്നായി എന്നാണ്. ഇതൊക്കെയാണെങ്കിലും ദേവി തന്നെയാണ് എപ്പോഴും വിജയിക്കുന്നത്, ദേവി തന്നെയാണ് ജ്ഞാനം. അതുകൊണ്ട് ദേവി വിജയ. ഇനി 347 നാമം വിമല. വിമല എന്ന് പറഞ്ഞാൽ വിഗതമായ മലത്തോടു കൂടിയവൾ. മലം എന്ന് പറഞ്ഞാൽ അജ്ഞാനം, വിഗതം എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള, ജ്ഞാനം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനമൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ വിജ്ഞാനമായി മാറി. അപ്പൊ ജ്ഞാനസ്വരൂപിണിയാണ് ദേവി. അപ്പോൾ വിമല എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപിണിയായ ദേവി, വിഗതമായ മലത്തോടു കൂടിയവൾ, മലമേ ഇല്ലാത്തവൾ, ജ്ഞാനം മാത്രമേ ഉള്ളൂ, ശുദ്ധബ്രഹ്മമാണ് ദേവി. അതുകൊണ്ട് ജ്ഞാനസ്വരൂപിണിയാണ്. അതുകൊണ്ട് ദേവി വിമല. ഇനി പുരുഷോത്തമം, ഇത് പത്മപുരാണത്തിൽ പറയുന്ന പുരുഷോത്തമം എന്ന് പറയുന്ന പുരിയില്, പുരുഷോത്തമം എന്ന് പറഞ്ഞ പുരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഗന്നാഥ് പുരിയാണ്. ആ പുരിയിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെയൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും. ആ ക്ഷേത്രത്തിൻ്റെ റൈറ്റ് സൈഡിൽ, ആ കോംപ്ലക്സിൽ മെയിൻ ടെമ്പിളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു തീർത്ഥവുമുണ്ട്, ഒരു നല്ല ക്ഷേത്രം ഉണ്ട് ദേവിയുടെ. അവിടുത്തെ ദേവിയുടെ വിമല എന്നാണ് ആ ദേവിയുടെ പേര്. അപ്പോൾ പത്മപുരാണത്തിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട്, അത് ഈ ക്ഷേത്രം തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ പുരിയിലെ, ജഗന്നാഥ് പുരിയിലെ ദേവി വിമല എന്നുള്ള പറയുന്ന ദേവിയാണ് ജഗന്നാഥിൻ്റെ
ഇടത്തുവശത്തല്ല, വലത്തുവശത്തായിട്ടാണ് നമ്മൾ നോക്കുമ്പോൾ വരുന്നത്. വലത്തുവശത്തായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ വിമല എന്നുള്ള നാമത്തിലാണ് ആ ദേവി അറിയപ്പെടുന്നത്. അതുകൊണ്ട് ദേവിയുടെ നാമം വിമല എന്ന്. അപ്പോൾ ജ്ഞാനസ്വരൂപിണി എന്നുള്ള അർത്ഥം എടുക്കുക. അതുപോലെ തന്നെ പുരിയിലെ വിമല എന്നുള്ള രൂപത്തിലിരിക്കുന്ന ദേവി എന്നും അർത്ഥമെടുക്കാം. ഇനി 348 നാമം വന്ധ്യ. വന്ധ്യ എന്ന് പറഞ്ഞാൽ ന ദ, വന്ധ്യ. ന ധ എന്നല്ല, വളരെ ശ്രദ്ധിച്ച് പ്രൊനൗൺസ് ചെയ്യണം. വന്ധ്യ. അപ്പോൾ മൃദുവാണ് അവിടെ ദ. അപ്പോൾ വന്ധ്യ എന്ന് പറഞ്ഞാൽ വന്ദിക്കപ്പെടേണ്ടവൾ. വന്ദിക്കപ്പെടാൻ, എല്ലാവരാലും വന്ദിക്കപ്പെടാൻ യോഗ്യതയുള്ളവൾ അവളാണ് വന്ധ്യ എന്ന് പറയുന്നത്. സർവരാലും വന്ദനീയയാണ് ദേവി. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സകല ചരാചരം ദേവന്മാർ മുഴുവൻ ദേവിയുടെ ചരണധൂളിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ത്രിമൂർത്തികൾ ദേവിയുടെ തൽപ്പത്തിൻ്റെ കാലുകളാണ്. ഇതിലും കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. എല്ലാവരാലും വന്ദിക്കപ്പെടുന്നവളാണ്. അതുകൊണ്ട് തന്നെയാണ് സൗന്ദര്യ ലഹരിയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിവിരഭി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി. പറയണ ഹരിഹര വിരിഞ്ചാദിവിരഭി, എല്ലാവരും വന്നു അതിനകത്ത്. ഹരിഹര വിരിഞ്ചാദികളൊക്കെ സ്തുതിക്കുന്നവളാണ് ദേവി. പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല ദേവി വന്ദനീയയാണ് എന്നുള്ളത്. അതുകൊണ്ട് ദേവി വന്ധ്യ എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 349 നാമമാണ് ദേവിയുടെ വന്ദാരുജന വത്സല. എളുപ്പമാണ്. തന്നെ വന്ദിക്കുന്ന, വന്ദാരുജനം എന്ന് പറഞ്ഞാൽ വന്ദിക്കുന്ന ജനം. കേട്ട് കഴിഞ്ഞാൽ കുറച്ച് ടഫായ നാമമാണെന്നൊന്നും അല്ല. വന്ദാരുജനം എന്ന് പറഞ്ഞാൽ വന്ദിക്കുന്ന ഭക്തജനം. ആ വന്ദിക്കുന്ന ഭക്തജനങ്ങളിൽ വാത്സല്യമുള്ളവളാണ് ദേവി. അതീവമായ വാത്സല്യമുള്ളവളാണ് ദേവി. മാതാവാണ് ദേവി. അപ്പോൾ വന്ദിക്കുന്ന ഭക്തജനങ്ങളിൽ തൻ്റെ മക്കൾ വന്ദിക്കും കൂടിയും ചെയ്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എത്ര സന്തോഷമാവും. ആ വന്ദിക്കുന്ന ഭക്തജനങ്ങളെ നേർവഴിയിലേക്ക് നയിച്ച് മുക്തിയുടെ പാത കൊടുക്കുന്നവളാണ് ദേവി. കഠിനമായ കർമ്മങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടെങ്കിലും അവരുടെ കർമ്മത്തിൻ്റെ കഠിനത കുറച്ചു കൊടുക്കുന്നവളാണ് ദേവി. അപ്പോൾ അങ്ങനത്തെ ദേവിയാണ് വന്ദാരുജന വത്സല എന്നുള്ള ദേവി. ഇനി 350 നാമം വാഗ്വാദിനി. വളരെ വിശേഷപ്പെട്ട നാമമാണ് വാഗ്വാദിനി. എന്തുകൊണ്ടാണ് വാഗ്വാദിനി എന്ന് പറയുന്നത്? ചിലരൊക്കെ ഇങ്ങനെ പ്രസംഗിക കേട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കിയിരുന്ന് പോകാൻ തോന്നും. വാക്കുകളുടെ വിലാസമാണ്, ഇങ്ങനെ ഒഴുകിപ്പോവും എന്നുള്ളതാണ് ആ വാഗ്ധോരണി എന്നൊക്കെ പറയും. നമ്മൾ കേട്ടിരിക്കാൻ അത്രയും സുഖമുണ്ടാവും. അപ്പോൾ ആ വാക്കുകൾ കൊണ്ട് വാദിക്കാനും വാക്കുകൾ കൊണ്ട് സമർത്ഥിക്കാനും, നല്ല കാര്യങ്ങൾ വാദിക്കാനും സമർത്ഥിക്കാനും ശക്തി നൽകുന്നവളാണ് ദേവി. വാഗ്വാദിനി എന്ന് പറയുന്നതുകൊണ്ട് അപ്പോൾ വാഗ് രൂപേണ എല്ലാവരിലും വണി ദേവിയാണ് ദേവി. ദേവി വാക്കുകളുടെ വാഗ്ദേവതയാണ് ദേവി. അപ്പോൾ വാഗ്വാദിനിയാണ് ദേവി. ആ വാക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് വേണ്ടിടത്ത് വേണ്ട രീതിയിൽ വേണ്ട പോലെ നന്നായി പ്രയോഗിക്കാനുള്ള കഴിവ് കൊടുക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവി വാഗ്വാദിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ ഒരു കഥയുണ്ട്. ഒരിക്കൽ ത്രിമൂർത്തികൾ ഒരു ദേവസഭയിലിരിക്കുക. അപ്പോൾ എപ്പോഴും ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകളെല്ലാം എന്താ പറയുന്നത്, ഈ അധർമ്മം ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചിട്ട് അസുരന്മാരൊക്കെ വർദ്ധിച്ച് എന്നും പ്രശ്നമാണ് ദേവന്മാർക്കും അതുപോലെ തന്നെ ത്രിമൂർത്തികൾക്കൊക്കെ. അപ്പോൾ ത്രിമൂർത്തികൾ ഒരു തീരുമാനം എടുക്കുകയാണ് ദേവസഭയിൽ വെച്ചിട്ട്, നമ്മൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് അധർമ്മത്തെ ഉച്ചാടനം ചെയ്യാം ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ്. അങ്ങനെ അവർ ആയുധങ്ങളൊക്കെ എടുക്കുകയാണ് അധർമ്മത്തിനെ ഉച്ചാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പുറപ്പെടുമ്പോൾ നീല സരസ്വതി എന്ന രൂപത്തിൽ വാഗ്ദേവതയായിട്ട് ദേവി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഹിംസ കൊണ്ട് ഒരിക്കലും ഒരധർമ്മത്തെയും ഉച്ചാടനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റിയെന്ന് വരും, പക്ഷെ പറ്റില്ല. കാരണം അധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് കാലദേശാദികളുടെ വിപര്യം കൊണ്ടുണ്ടാകുന്ന രൂപഭേദമാണ്, ച്യുതിയാണ്. എന്താണത്? ധർമ്മത്തിന് കാലദേശാദികളുടെ വിപര്യം കൊണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ ഡൈല്യൂട്ടായി പോവാണ്. വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുന്ന ഗുരുക്കന്മാരും മാതാപിതാക്കളും ഒന്നുമില്ലാതെ എന്തെല്ലാമോ കണ്ട് അങ്ങനെ ഭ്രമിച്ചു പോകുന്ന ഒരു തലമുറയാണ്. അങ്ങനെയാണ് ധർമ്മത്തിന് ച്യുതി വരുന്നത്. അപ്പോൾ അതൊരു രൂപഭേദം മാത്രമാണ്. ശരിക്കും ധർമ്മം തന്നെയേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം അധർമ്മം ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ കൂടി അജ്ഞാനം വളർന്നു വരുമ്പോൾ പല കാരണങ്ങളാലും
ദ്വേഷങ്ങളാലും രാഗങ്ങളാലും ഒക്കെ നമ്മൾ കണ്ടു. രാഗസ്വരൂപ പാഷാഢ്യ, ആ ക്രോധം എന്നൊക്കെയുള്ള ആ, എല്ലാ രാഗങ്ങളും ദ്വേഷങ്ങളും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ അജ്ഞാനം വളർന്നുകൂടുകയാണ്. അപ്പം അതിനെന്താണ് വേണ്ടത്? ആയുധം കൊണ്ട് ഒരിക്കലും അതിനെ ഉന്മൂലനാശനം ചെയ്യാൻ പറ്റില്ല. അധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടത് കൂട്ടായ ചർച്ചയിലൂടെയുള്ള വാഗ്വാദമാണ് എന്നാണ്. അതാണ് ശങ്കരാചാര്യര് ദിഗ്വിജയം നടത്തിയത്. എങ്ങനെയായിരുന്നു? കാലടിയിൽ നിന്നും കാശ്മീർ ദേശം വരെ നടന്നു പോയിട്ട് എല്ലാവരെയും അദ്വൈതം സിദ്ധാന്തത്തിൽ ഈ ഭാരതദേശത്തിലുണ്ടായിരുന്ന ആര്യാവർത്തത്തിലെ എല്ലാ വാഗ്മികളെയും അവർക്ക് വെല്ലുവിളിച്ച് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് വാഗ്വാദം നടത്തിയിട്ടാണ് ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തം സ്ഥാപിച്ചത്, സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും നെടുന്തൂണായിട്ടുള്ള. അപ്പോൾ ശരിക്കും ദേവി എത്ര നല്ല ശോഭനശീലയാണെന്ന് ആലോചിച്ച് നോക്കൂ. വധം കൊണ്ടോ കൊന്നിട്ടോ ഒന്നും നടക്കില്ല. ആ നമ്മുടെ സംസ്കാരത്തെ നമുക്കൊക്കെയുള്ള ഒരു ലെസൺ കൂടിയാണ്. ആ സംസ്കാരത്തെ ഇങ്ങനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം, കാണിച്ചുകൊണ്ടിരിക്കണം നമ്മൾ തന്നെ. അപ്പോഴാണ് അധർമ്മം ഇല്ലാതെ വരുള്ളൂ. അതുകൊണ്ട് നീലസരസ്വതി എന്നുള്ള ആ ദേവി വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് ദേവതാഗണങ്ങൾക്ക് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ശരിയാണല്ലോ, ഞങ്ങൾ ചെയ്തിരുന്നപ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പോവായിരുന്നു. അതുകൊണ്ട് ദേവിയുടെ ആ വാഗ്ചാതുരി കണ്ടപ്പോൾ വാഗ്വാദിനി എന്ന് വിളിച്ച് എല്ലാവരും ദേവിയെ പ്രശംസിച്ചു എന്നാണ് പറയുന്ന ദേവന്മാര്. അങ്ങനെയും ദേവിയുടെ നാമം വാഗ്വാദിനി ആയിപ്പോയി എന്നാണ് പറയുന്നത്. ഇതിന് ഏതോ ഒരു പുരാണത്തിലാണത്, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വാഗ്വാദിനി എന്നുള്ള നാമം ഇതാണ്. അപ്പോൾ വാക്കുകൾ കൊണ്ട് വാദിക്കാൻ ശക്തി കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം വാഗ്വാദിനി. ഇനി വാമകേശി, 351 നാമം. വാമം എന്ന് പറഞ്ഞാൽ മനോഹരം, ഒരർത്ഥമാണ് വാമം എന്ന് പറഞ്ഞാൽ മനോഹരം. കേശം എന്ന് പറഞ്ഞാൽ കേശഭാരം, തലമുടി എന്ന് പറയാം. അപ്പോൾ വാമകേശി എന്ന് പറഞ്ഞാൽ മനോഹരമായ കേശമുള്ളവൾ. വാമകേശൻ ആരാണ്? ശിവനാണ് വാമകേശൻ. വാമകേശി അപ്പോൾ ആരാണ്? ശിവപത്നിയാണ് വാമകേശി. അപ്പോൾ സൗന്ദര്യം മാത്രമല്ല, വാമകേശന്റെ പത്നി ആയതിനാൽ വാമകേശിയാണ്. ശരിക്കും വാമകേശം എന്ന തന്ത്രഗ്രന്ഥത്തിന്റെ അധിപതിയാണ് ദേവി. വാമകേശം എന്ന് പറഞ്ഞിട്ട് ഒരു തന്ത്രഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലെ അധിഷ്ഠാന ദേവത ദേവി തന്നെയാണ്. കാരണം തന്ത്രവിദ്യ മുഴുവൻ ദേവിയെ പറ്റിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ദേവി ആരാണ്? വാമകേശി എന്നുള്ള ദേവിയാണ്. ആ തന്ത്രഗ്രന്ഥത്തിൻ്റെ, വാമകേശം എന്ന തന്ത്രഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന ദേവതയാണ് ദേവി, വാമകേശി എന്നുള്ള ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം വാമകേശി. മനോഹരമായ തലമുടിയുള്ളവൾ, മനോഹരി, ശിവന്റെ പത്നി എന്നൊക്കെ നാമങ്ങൾ എടുക്കാം. അതുകൊണ്ട് വാമകേശി. ഓം വാമകേശിയായ നമ. 352 നാമം വന്യമണ്ഡലവാസിനി. ദേവിയുടെ നാമമാണ് വന്യമണ്ഡലവാസിനി. വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി. അപ്പോൾ വന്യമണ്ഡലത്തിൽ വസിക്കുന്ന ആൾ. അപ്പോൾ വന്യമണ്ഡലം 3 നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടു. അപ്പോൾ വന്യമണ്ഡലം ഏതൊക്കെയാണ്? സൂര്യനും വന്യമണ്ഡലത്തിലാണ് എന്ന് പറയാം, ചന്ദ്രനും വന്യമണ്ഡലം എന്ന് പറയും, അഗ്നിയും വന്യമണ്ഡലമാണ്. അപ്പോൾ 3 പ്രത്യക്ഷമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് കുളിർമയുള്ളതാണ്, ഒന്ന് ഉഗ്ര തേജസ്സാണ്, ഒന്ന് പ്രത്യക്ഷമായിട്ടുള്ള അഗ്നിയാണ്. അപ്പോൾ ഇവ 3ലും ദേവി വസിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീചക്രത്തില് നമ്മൾക്കറിയാം സൂര്യചന്ദ്ര വന്യമണ്ഡലങ്ങളുണ്ട്. ശ്രീചക്രം ദേവിയുടെ രൂപം തന്നെയാണ്, അത് നമ്മൾ കണ്ടു. ശ്രീചക്രത്തില് സൂര്യചന്ദ്ര വന്യമണ്ഡലങ്ങളുണ്ട്. എവിടെയാണ്? ഓർത്തോളൂ, മൂലാധാരവും സ്വാധിഷ്ഠാനവും 3 ഖണ്ഡങ്ങളായിട്ട് നമ്മൾ ഷഡ്ചക്രങ്ങളെ വിഭജിച്ചതായി ആദ്യമേ പറഞ്ഞു. വീണ്ടും ബസ് പിടിച്ച് പുറകോട്ട് പോവും. മൂലാധാരം, സ്വാധിഷ്ഠാനം, അവിടെ ആ ഖണ്ഡത്തിന് എന്താണ് പറയുന്നത്? അഗ്നിഖണ്ഡം എന്ന് പറയുന്നു. മൂലാധാരവും സ്വാധിഷ്ഠാനവും, പൃഥ്വിയും അതുപോലെ തന്നെ ജലവും കൂടിയിട്ട് അടുത്ത ഖണ്ഡമാണ്. ആ ബ്രഹ്മഗ്രന്ഥിയാണ് അവിടെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ബ്രഹ്മഗ്രന്ഥി വിവേദിനി എന്നുള്ള നാമത്തിൽ നമ്മൾ പറഞ്ഞു അഗ്നിഖണ്ഡം. ഈ 2 കുണ്ടലിനി ചക്രങ്ങൾ കൂടിയിട്ടുള്ള ആ ഒരു സ്പേസിനെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെയാണ് അഗ്നിഖണ്ഡം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മണിപൂരവും, അടുത്തത് മണിപൂരമാണ് നാഭിസ്ഥാനം. മണിപൂരവും അനാഹതവും കൂടി ചേർന്നിട്ടുള്ള ഖണ്ഡത്തിനെ സൂര്യഖണ്ഡം എന്ന് പറയും. അവിടെയാണ് വിഷ്ണു ഗ്രന്ഥി ഉള്ളത്. അതിനെ ഭേദിച്ചു കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോകും. അതുപോലെ വിശുദ്ധി ചക്രവും ആജ്ഞാചക്രവും കൂടിക്കഴിഞ്ഞാൽ, വിശുദ്ധി എന്ന് പറഞ്ഞാൽ കണ്ഠസ്ഥാനം, ആജ്ഞാചക്രം ഭ്രൂമധ്യസ്ഥാനം, അത് രണ്ടും കൂടിക്കഴിഞ്ഞാൽ ആ മണ്ഡലത്തെയാണ് ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചന്ദ്രഖണ്ഡം എന്ന് പറയുന്നത്. അവിടെയുള്ള ആസ്ഥാനം ദേവത ആരാണ്? രുദ്രഗ്രന്ഥിയാണ്. അവിടെയുള്ള രുദ്രനാണ് അവിടുത്തെ ആസ്ഥാന ദേവത, രുദ്രഗ്രന്ഥിയാണ്. അപ്പോൾ നമ്മൾ ബ്രഹ്മഗ്രന്ഥിയും
വിഷ്ണുഗ്രന്ഥിയും രുദ്രഗ്രന്ഥിയും കണ്ടു. അതുപോലെ തന്നെ അഗ്നികണ്ഠവും സൂര്യകണ്ഠവും ചന്ദ്രകണ്ഠവും കണ്ടു. ഇതൊക്കെ ദേവിയാണ്. കുണ്ടലിനി ദേവിയുടെ തന്നെ ശക്തിയുടെ പ്രയാണമാണ്. അതുകൊണ്ട് ദേവി വന്യമണ്ഡലവാസിനിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവയിൽ വസിക്കുന്ന ദേവി, അതുകൊണ്ട് ദേവിയെ വന്യമണ്ഡലവാസിനി എന്ന് പറഞ്ഞു. കുണ്ടലിനിയെ കുറിച്ച് ഒരു സംശയവും പാടില്ല ലളിതാ സഹസ്രനാമം പഠിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ത്രിപുടികളെ കുറിച്ച് ഒരു സംശയവും പാടില്ല. ദ്വൈതവും അദ്വൈതവും കുറിച്ച് ഒരു സംശയവും പാടില്ല. ജ്ഞാനവും അജ്ഞാനവും കുറിച്ച് ഒരു സംശയവും പാടില്ല. അതൊക്കെ നമ്മൾക്ക് തെളിഞ്ഞു വരണം. അപ്പോഴാണ് ആ ക്ലാരിറ്റി വരുള്ളൂ. അതെല്ലാം നാമങ്ങൾ വരുമ്പോഴൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എനിക്ക് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ കുണ്ടലിനിയിലെല്ലാം സ്ഥിതി ചെയ്യുന്ന ദേവിയാണ് 3 മണ്ഡലങ്ങളിലും. അതുകൊണ്ട് വന്യമണ്ഡലവാസിനി എന്ന് പറയുന്നത് അതൊക്കെ അഗ്നി രൂപങ്ങൾ തന്നെയാണ്. 78ാമത്തെ ശ്ലോകം അത് കഴിഞ്ഞു. അപ്പോൾ ആ ശ്ലോകം ഒന്ന് ചൊല്ലാം നമുക്ക്. വിജയാ വിമലാ വന്ദ്യ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി. എളുപ്പമുള്ള നാമങ്ങളായിരുന്നു. ഇനി 78ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ഭക്തിമത് കൽപ്പലതിക പശുപാശ വിമോചിനി സംഹൃദാ ശേഷഭാഷണ്ട സദാചാരപ്രവർത്തിക. ഭക്തിമത് കൽപ്പലതിക, ഇതിനകത്ത് ഭക്തിമത് കൽപ്പലതിക, അത് കഴിഞ്ഞാൽ പശുപാശ വിമോചിനി സംഹൃദാശേഷ ഭാഷണ്ട സദാചാരപ്രവർത്തിക. ഇങ്ങനെ 4 നാമങ്ങളെയാണ് ഈ 78ാമത്തെ ശ്ലോകത്തിലുള്ളൂ. 353 മുതൽ 356 വരെയുള്ള 4 നാമങ്ങളാണ്. ഭക്തിമത്തുക്കൾക്ക് കൽപ്പലതികയായിട്ടുള്ള ദേവി. ഭക്തിമത്തുക്കൾ ആരാണ്? ഭക്തജനങ്ങൾ. ആരാണോ ദേവിയെ വളരെ നിസ്വാർത്ഥമായിട്ട് തൻ്റെ മനസ്സിൽ അങ്ങനെ അലിഞ്ഞു വിളിക്കുന്നത്, അവരാണ് ഭക്തിയോടുകൂടി യാതൊരുവിധ സ്വാർത്ഥ ബുദ്ധിയും ഇല്ലാതെ. 2 തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ കണ്ടു. ഒന്ന് ബെഗിങ്, ഒന്നുമില്ലേ എനിക്ക് തരണേ എന്ന് പറഞ്ഞിട്ടുള്ള ബെഗിങ്. 2 ബ്രൈബിങ്, ഇത് തരാം അപ്പോൾ എനിക്ക് ഇത് തരണം എന്നുള്ളത്. ഇത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ബെഗിങ് ആൻഡ് ബ്രൈബിങ്, ഈ 2 അല്ല ഭക്തി. ഇതിലും ഇത് കിട്ടില്ല എന്നല്ല പറയണം. അത് ചെയ്യുമ്പോൾ അതിലൊക്കെ മുകളിലോട്ട് പോകാൻ ശ്രമിക്കണം. പലപ്പോഴും ഒരാവശ്യമില്ലാത്തപ്പോഴും ദേവിയെ മനസ്സാ വിളിച്ചുകൊണ്ടിരിക്കണം, സദാ ജപിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തിജനങ്ങൾക്ക്, ഭക്തിമത് ജനങ്ങൾക്ക് കൽപ്പലതികയാണ്. അപ്പോൾ കൽപ്പലതിക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ എല്ലാം തരുന്ന ഒരു വള്ളി, ഒരു ലതികയാണ്. എന്തൊക്കെയാണ് നമുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു ദിവ്യലതയാണ് കൽപ്പലതിക. നമ്മൾ കണ്ടിട്ടുണ്ട് കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം തരുന്ന, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു വൃക്ഷമാണ്. ഇപ്പം ദേവി ഇവിടെ പുരുഷനായി കാണുമ്പോൾ നാരായണീയത്തിലൊക്കെ ദ്യുതരു കിസലയം നാഥതേ പാദമൂലം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ആ തരുക്കളൊക്കെ വേറെ ശ്ലോകത്തിൽ വരുന്നുണ്ട്. തരുക്കളായി പറയുമ്പോൾ അതിന് പുരുഷന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെയോ ശിവന്റെയോ രൂപമാണ് കൊടുക്കുന്നത്. ഇവിടെ ദേവിയാണ്. അതുകൊണ്ടാണ് ലതികയാക്കി മാറ്റിയത്. എത്ര മനോഹരമായിട്ടാണ് ദേവതകൾ ഇവിടെ ആ പ്രയോഗം നടത്തിയിരിക്കുന്നത്. ഭക്തിമത് കൽപ്പലതിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കൽപ്പലതികയായിട്ടുള്ള ദിവ്യലതയാണ് ദേവി, ആ ദിവ്യ വള്ളിയാണ് ദേവി. ആ ഭക്തന്മാർക്ക് കൽപ്പലതിക പോലെ എല്ലാ വാഞ്ചിതങ്ങളും പ്രദാനം ചെയ്യുന്നു. കാമിക്കുന്നതെല്ലാം നൽകുന്നത് ആരാണ്? കാമധേനു. അതുപോലെ കൽപ്പിക്കുന്നതെല്ലാം കൊടുക്കുന്നതാണ് കൽപ്പവൃക്ഷം. അതുപോലെ എല്ലാം കൊടുക്കുന്ന കൽപ്പതരുവാണ് ഇവിടെ ദേവി, അല്ലെങ്കിൽ കൽപ്പലതയാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ഭക്തിമത് കൽപ്പലതിക എന്ന്. ഇനി 354ാമത്തെ നാമം പശുപാശ വിമോചിനി. പശുപാശ വിമോചിനി. പശുപാശം എന്ന് പറഞ്ഞാൽ പശുക്കളെ പാശങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൾ. അപ്പോൾ എന്താ അർത്ഥം? കുറേ പശുക്കളെ കെട്ടിയിട്ടിട്ടുണ്ട് നാട്ടിലൊക്കെ കാണും. ഇവിടെ കെട്ടിയിടില്ല, അത് കാരണം ഇവിടെ മോചിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പശുപാശ വിമോചിനി എന്നാൽ എല്ലാ പശുക്കളെയും തുറന്നു വിടുന്നു എന്നല്ല, മൃഗങ്ങളെ വിമോചിപ്പിക്കുന്നു. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭേദബുദ്ധി കൊണ്ട് ജ്ഞാനമില്ലാതായി മാറിയിട്ടുള്ള ജീവനെയാണ് പശു എന്ന് പറയുന്നത്. അപ്പോൾ ഭേദബുദ്ധി വന്നിട്ടാണ്. ഭേദബുദ്ധി എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ആത്മസ്വരൂപമാണ് നമ്മളെ എന്നറിയാതെ ഇത് ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള ബോധം വരുമ്പോൾ മറ്റേയാളും നമ്മളിൽ നിന്ന് അന്യനായി മാറും. അപ്പോൾ എല്ലാം ഒന്നായിട്ടും നമ്മളിലുള്ള ആളെ നമ്മൾ തിരിച്ചറിയാത്തപ്പോൾ എല്ലാം അന്യനായി മാറും. അതാണ് അജ്ഞാനം. അപ്പോൾ ആ അജ്ഞാനം വരുന്ന ആ ജീവനെ എന്നിട്ട് കർമ്മങ്ങളിൽ ഇങ്ങനെ ട്രാപ്ഡ് ആവും. അപ്പോൾ അതിനെയാണ് കാണുന്നതൊക്കെ സത്യമെന്ന് വിചാരിക്കാൻ തുടങ്ങും നമ്മൾ. കാണുന്നതും അല്ലെങ്കിൽ അതിന് ശാസ്ത്രം എന്താ പറയണ എന്ന് ചോദിക്കുള്ളൂ. തെളിവെന്താ?
ഇതല്ലേ ചോദിക്കുക ഉടനടി. അപ്പോൾ ആ കാര്യങ്ങൾ കാണുന്നതൊക്കെ സത്യമെന്ന് കരുതിയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നതാണ് ശരിക്കും ഭേദബുദ്ധി ഉണ്ടാക്കുന്നത് നമ്മൾക്ക്. അതാണ് മായ, അതാണ് അജ്ഞാനം. അപ്പോൾ ആ ആ ഭേദബുദ്ധി, അതാണ് പശുബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഭാഗവതത്തിലുണ്ട്, ഇത് പറയാം, ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധി ഇമാം ജഹി എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് പരീക്ഷത്തിനോട്. ഇങ്ങനെ നീ പശുബുദ്ധിയായിട്ട് മരിച്ചു പോവും, അല്ലെങ്കിൽ ജ്ഞാനത്തെ കിട്ടിയില്ലെങ്കിൽ എന്നാണ് പറയുന്നത് അവിടെ. അപ്പോൾ ഇത് ഈ പശുബുദ്ധിയാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. ആ പാശം എന്താണ് ഇവിടെ? ആ പാശം എന്ന് പറഞ്ഞാൽ ജീവനെ നമ്മൾ കണ്ടു ആവരണം ചെയ്തിരുന്ന ആരാണ്? ദേവിയാണ്, വിഷ്ണുവായ എന്ന് കണ്ടപ്പോൾ. ഇതൊക്കെ തമ്മിൽ അർത്ഥം ഇങ്ങനെ കൂട്ടി വരുന്നതാണ്. അപ്പോൾ ആ ആവരണം ചെയ്തിരിക്കുന്ന ആ ആവരണത്തെയാണ് ഇവിടെ പാശം എന്ന് പറയുന്നത്. ജീവനെ ഭേദബുദ്ധിയായിട്ട് ഇങ്ങനെ ആവരണം ചെയ്തിരിക്കുന്നതിനാണ് പാശം എന്ന് പറയുന്നത്. ആ പാശം വരുമ്പോഴാണ് ഭേദബുദ്ധി വരുന്നതും നമ്മൾ പശുവായി മാറുന്നതും. അപ്പോൾ ശരിക്കും നോക്കൂ, വിശപ്പ്, ദാഹം, കർമ്മം ചെയ്യാനുള്ള കാര്യം, അതുപോലെ തന്നെ ഇതെല്ലാം ആശ, ഇതൊക്കെ എന്താണ്? പാശങ്ങളാണ്. ഈ പാശത്തുനിന്ന് വരുന്ന ഭേദബുദ്ധി അതിനെ, ആ പശുക്കളായിട്ടുള്ള നമ്മളെ ആ പാശത്തിൽ നിന്നും വിമോചിപ്പിച്ച് ശരിക്കുമുള്ള വഴിയിലൂടെ നടത്താൻ ശക്തിയായിട്ടുള്ള ദേവിയാണ് പശുപാശ വിമോചിനി. നമുക്കറിയാം, ദേവിയുടെ കയ്യിൽ തന്നെയാണ് പാശവും അങ്കുശവും ഒക്കെ ഉള്ളത്. നമ്മൾ ആദ്യത്തെ ശ്ലോകങ്ങൾ കണ്ടപ്പോൾ വളരെ കൃത്യമായിട്ട് ക്രോധാകാരാങ്കുശോജ്വല എന്നുള്ള ശ്ലോകത്തിൽ നമ്മൾ ഇതെല്ലാം കണ്ടതാണ്. ആ പാശവും അങ്കുശവും കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ മോഹിപ്പിക്കും. അതേ സമയത്ത് ആ മോഹത്തിൽ നിന്നും നമ്മളെ പുറത്തു വരാനും ആ ദേവിയുടെ തന്നെ ഭക്തി വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അജ്ഞാനത്തിൽ നിന്നും ജീവനെ മോചിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി പശുപാശ വിമോചിനി എന്ന് പറഞ്ഞു. ഇനി പശുപ പ്ലസ് ആശ പ്ലസ് വിമോചിനി, അങ്ങനെയാക്കി എഴുതുക. പശുപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പശുപതി ആരാണ്? ശിവനാണ്. പശുപ എന്ന് പറഞ്ഞാൽ ശിവൻ. അപ്പോൾ അവിടെ എന്താണ്? ഭക്തി ആണ് ശരിക്കും. ആശ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഭക്തി. പശുപനോടുള്ള ആശ, പശുപനോടുള്ള ഭക്തി. അപ്പോൾ ശരിക്കും മോക്ഷം കൊടുക്കുന്നവള്. പശുപനോടുള്ള ആശ ഉണ്ടായിക്കഴിഞ്ഞാൽ, ശിവനോടുള്ള ആ ആശ, ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വിമോചിപ്പിക്കുന്നു പറഞ്ഞാൽ ഭക്തിയിൽ നിന്ന് വിമോചിപ്പിക്കുക എന്നുള്ള അർത്ഥം. ആ ജീവനെ തന്നെ മോക്ഷം കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ശിവഭക്തർക്ക് മോക്ഷപ്രദായിനിയായി മാറുന്ന ദേവി എന്നുള്ള അർത്ഥത്തിലും നമ്മൾക്കിതിനെ ഭാസ്കരാചാര്യര് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. പക്ഷെ പശുവാശവിമോചിനി എന്ന് പറഞ്ഞാൽ വേദബുദ്ധിയിൽ പശുവായി തീർന്നിട്ടുള്ള സകലരെയും ജ്ഞാനം കൊടുത്തിട്ട് ആ ആവരണത്തിൽ നിന്ന് രക്ഷിപ്പിച്ച് മാർഗത്തിലേക്ക് നയിക്കുന്നവളാണ് എന്നുള്ളതാണ്. ഇനി 355 നാമം സംഹൃദാശേഷ പാഷണ്ഡ. 2 നാമങ്ങളിൽ നമ്മൾ പെട്ടെന്ന് പറയും. സംഹൃദാശേഷ പാഷണ്ഡ വളരെ ബുദ്ധിമുട്ടില്ലാത്ത നാമമാണ്. പാഷണ്ഡൻ എന്ന് പറഞ്ഞാൽ വേദാർത്ഥം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അപ്പം ജ്ഞാനത്തെ ഖണ്ഡിക്കുന്നവൻ, ധിക്കരിക്കുന്നവൻ, അവനാണ് പാഖണ്ഡൻ എന്നും പറയും, പാഷണ്ഡൻ എന്നും പറയും. പാഖണ്ഡികൾ എന്ന് പറയും അങ്ങനത്തെ. അപ്പോൾ വേദാർത്ഥത്തെ അല്ലെങ്കിൽ ധർമ്മത്തെ ധിക്കരിക്കുന്നവരാണ്, അധർമ്മികളാണ് പാഖണ്ഡന്മാർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ വേദാർത്ഥം എന്നാണ് അർത്ഥം. അതിനെ ഖണ്ഡിക്കുന്നവരാണ് പാഖണ്ഡൻ അല്ലെങ്കിൽ പാഷണ്ഡൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ എന്താണ് ദേവി ചെയ്യുന്നത്? സംഹൃദ, അവരെ സംഹരിക്കുന്നവളാണ് ദേവി. അശേഷം എന്ന് പറഞ്ഞാൽ നിശേഷം. അപ്പോൾ വേദാർത്ഥത്തെ ധിക്കരിക്കുന്നവർ, ധർമ്മത്തെ ധിക്കരിക്കുന്ന അധർമ്മികളായിട്ടുള്ള ആളുകളെ നിശേഷം സംഹരിക്കുന്നവളായ ദേവിയാണ് സംഹൃദാശേഷ പാഷണ്ഡ അല്ലെങ്കിൽ പാഖണ്ഡ എന്നുള്ള പേര്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ദേവി ധർമ്മ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ വന്ന് അധർമ്മികളെയൊക്കെ നിഗ്രഹിക്കുന്നു, നിഗ്രഹിക്കുന്നു അവര്, അല്ലെങ്കിൽ സംഹരിക്കുന്നു ആ പാഖണ്ഡന്മാരെ. അതുകൊണ്ട് ദേവിയുടെ നാമം സംഹൃദാശേഷ പാഷണ്ഡ. ഇനി 356 നാമം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്ലോകം 78 കഴിയും. സദാചാര പ്രവർത്തിക. അപ്പോൾ ഇത് ഇങ്ങനെ പാഖണ്ഡന്മാരെയൊക്കെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുന്നത്? സദാചാരം മാത്രമേ ഉണ്ടാവുള്ളൂ, ധർമ്മം മാത്രമേ ഉണ്ടാവുള്ളൂ, നീതി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സദാചാരം, സത്തുക്കളുടെ ആചാരം അല്ലെങ്കിൽ സത്തായിട്ടുള്ള ആചാരം. സത്തുക്കൾ എന്ന് പറഞ്ഞാൽ നല്ലവർ. അപ്പോൾ നല്ലവർ നടത്തുന്ന ആചാരമാണ് സദാചാരം. നന്മ നിറഞ്ഞ ആചാരങ്ങളാണ് സദാചാരം. ആ സദാചാരത്തെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവൾ, അതിനെ നിലനിർത്തുന്നവൾ, ആ കാര്യം ചെയ്യുന്നവളാണ് ദേവി. അപ്പോൾ പാഖണ്ഡന്മാരെയൊക്കെ നിഗ്രഹിച്ചാൽ തന്നെ സദാചാരം നിലനിൽക്കും. അതുകൊണ്ട് ദേവി സദാചാര പ്രവർത്തിക എന്ന
356 നാമത്തിൽ അറിയപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെ ഈ 78 ശ്ലോകം കഴിഞ്ഞു. ഒന്ന് ചൊല്ലാം. ഭക്തിമത്കൽപ്പലതിക പശുപാശ വിമോചിനി സംഹൃദാശേഷപാഷണ്ഡ സദാചാര പ്രവർത്തിക. സദാചാര പ്രവർത്തികയാണ് ദേവി. ആ ദേവിയെ നമസ്കരിച്ച് നമ്മുടെയും പശുബുദ്ധിയൊക്കെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് സമാപിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം